നമസ്കാരം. 24-ന്റെ വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 5 ചൊവ്വാഴ്ച, കർക്കടകം 20-ാം തീയതി. സംസ്ഥാനത്ത് അതിതീവ്ര മഴ ഇന്നും തുടരും എന്ന റിപ്പോർട്ടുണ്ട്. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. മധ്യകേരളത്തിലും മലയോര ജില്ലകളിലും മഴ കനക്കുമെന്ന മുന്നറിയിപ്പുണ്ട്. ജാഗ്രതാ നിർദ്ദേശങ്ങൾ എല്ലാവരും പാലിക്കണം. ഇതടക്കമുള്ള വാർത്തകളുണ്ട്. വിശദമായ വാർത്തകളിലേക്ക് കടക്കുകയാണ്. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരാൻ സാധ്യത. മധ്യകേരളത്തിലും മലയോര മേഖലകളിലും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് റിനു ശ്രീധറും, ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയനും, തൃശൂരിൽ നിന്ന് സുരത് സജിയും, കൊച്ചിയിൽ നിന്ന് YS അഭിനന്ദും നമ്മോടൊപ്പം ചേരും. ആദ്യം റിനു ശ്രീധറിലേക്കാണ് തിരുവനന്തപുരത്ത് നിന്ന്. റിനു, സംസ്ഥാനം ഒട്ടാകെ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കാലവർഷം ആ ഒരു കലി തുള്ളുന്ന സമയമാണ്. ഏതൊക്കെ തരത്തിലുള്ള മുന്നറിയിപ്പുകളാണ് നൽകിയിരിക്കുന്നത്? ആരൊക്കെ എന്തൊക്കെ നിർദ്ദേശങ്ങൾ പാലിക്കണം? ക്രിസ്റ്റീന, സ്മിത, സംസ്ഥാനത്ത് അതിശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പായി നൽകുന്നത്. മലയോര മേഖലകളിലും അതുപോലെ തന്നെ മധ്യ കേരളത്തിലും അതിതീവ്ര മഴയ്ക്കും സാധ്യതയുണ്ട് എന്നുള്ളത് മുന്നറിയിപ്പായി തന്നെ നൽകുന്നുണ്ട് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. 3 ജില്ലകളിലാണ് റെഡ് അലർട്ട്. ഇന്നിപ്പോൾ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് 14 ജില്ലകളിലും മുന്നറിയിപ്പുണ്ട് എന്നുള്ളതാണ്. അതിതീവ്ര മഴയ്ക്ക്, അതായത് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലകൾ എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളാണ്. അതുപോലെ തന്നെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ്. യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് മുന്നറിയിപ്പായി നൽകിയിട്ടുള്ളത്. മഴയ്ക്കൊപ്പം അതിശക്തമായിട്ടുള്ള കാറ്റ് വീശിയടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മലയോര മേഖലകളിലുള്ളവരും അതുപോലെ തീരദേശ മേഖലയിലുള്ളവരും അതീവ ജാഗ്രത പുലർത്തണം. രാത്രികാല യാത്രകൾ ഒഴിവാക്കണം എന്നുള്ള നിർദ്ദേശങ്ങളും മുന്നറിയിപ്പായി ദുരന്ത നിവാരണ അതോറിറ്റിയും മുന്നോട്ട് വെക്കുന്നുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തീരപ്രദേശത്തുള്ളവർ അതീവ ജാഗ്രത പുലർത്തണം. മത്സ്യബന്ധനത്തിനായി പോകുന്നത് മാറ്റിവെക്കണം എന്നീ മുന്നറിയിപ്പുകളും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണം മുന്നറിയിപ്പായി തന്നെ നൽകുന്നുണ്ട്. എന്തായാലും ഭയപ്പെടേണ്ടുന്ന ഒരു സാഹചര്യമില്ല എന്നുള്ളതാണ് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നത്. എല്ലാം ജാഗ്രതാ നിർദ്ദേശം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും ഈ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. റിനു ശ്രീധരനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. ഇനി രാഹുൽ വിജയൻ ചേരുന്നുണ്ട് ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, ഗുഡ് മോർണിംഗ്. രാവിലെ മഴയാണോ അവിടെ? കാരണം ഇടുക്കിയിലും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. സ്മിത, റെഡ് അലർട്ടാണ്. പക്ഷേ ഇടുക്കി ജില്ലയിൽ മഴയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാധാരണ ഈ ഓറഞ്ച് അലർട്ടൊക്കെ പ്രഖ്യാപിക്കുന്ന സമയം മുതൽ തന്നെ ഇടുക്കിയിൽ നല്ല മഴ പെയ്യാറുള്ളതാണ്. പക്ഷേ ഇന്നലെ ഓറഞ്ച് അലർട്ട് ആയിരുന്നു, ഇന്ന് റെഡ് അലർട്ട് ആയിരുന്നു. ഈ 2 ദിവസങ്ങളിലും കാര്യമായ മഴ മലയോര മേഖലയിലേക്കില്ല. ഇന്നലെ തൊടുപുഴ ഭാഗത്ത് നേരിയ തോതിൽ മഴയുണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് മഴയില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. അങ്ങനെ തന്നെ തുടരട്ടെ എന്നുള്ളതും നാട്ടുകാരും കരുതുന്നുണ്ടാവും. നിലവിൽ എന്തായാലും ഈ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ചില നിയന്ത്രണങ്ങൾ ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിനോദസഞ്ചാര മേഖലകളിലാണ് ആ നിരോധനം ഏറ്റവും കൂടുതൽ ബാധിക്കുക. ജല വിനോദങ്ങളും സാഹസിക വിനോദങ്ങളും ഓഫ് റോഡ് ട്രക്കിങ്ങുകളും ഉൾപ്പെടെ നിരോധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മലയോര മേഖലയിലൂടെയുള്ള രാത്രി യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തി. ഗ്യാപ്പ് റോഡിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ മഴ പെയ്താലും ഇല്ലെങ്കിലും മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതുവഴിയുള്ള യാത്രയ്ക്ക് കൃത്യമായിട്ടുള്ള ജാഗ്രത പാലിക്കണം. ഗ്യാപ്പ് റോഡിൽ അനാവശ്യമായിട്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. തോട്ടം മേഖലയിലെ ജോലികൾക്കും ശക്തമായ കാറ്റ്, മഴ ഉണ്ട് എങ്കിൽ ഈ തൊഴിലാളികൾക്ക് അവധി കൊടുക്കണമെന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ വലിയ കാറ്റോ പ്രശ്നങ്ങളോ ഇടുക്കി ജില്ലയിൽ ഇല്ല. മഴ മാറി നിൽക്കുകയാണ് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഈ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ ദിവസമില്ല. സാധാരണ ദിവസം പോലെ മാത്രമാണ് ഇന്ന് ഇടുക്കി ജില്ലയുടെ അവസ്ഥ. ഓക്കെ, രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇനി തൃശ്ശൂരിൽ നിന്ന് സുരജ് സജിയും കൂടി ചേരുകയാണ്. സുരജ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം മലവെള്ളപ്പാച്ചിലൊക്കെ ഉണ്ടായല്ലോ, തൃശ്ശൂരിൽ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഏതൊക്കെ തരത്തിലെ ജാഗ്രതാ നിർദ്ദേശമാണ്? റെഡ് അലേർട്ടിലാണല്ലോ ജില്ല. തീർച്ചയായും ഈ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ അതിന്റെ ഭാഗമായുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും മുന്നൊരുക്കങ്ങളും നടത്തിയിട്ടുണ്ട്. പ്രധാനമായും ഈ വിനോദസഞ്ചാരികൾ എത്തുന്ന അതിരപ്പള്ളി വിനോദസഞ്ചാര കേന്ദ്രത്തിന്
കേന്ദ്രം ഇന്ന് അടച്ചിടും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ഈ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിലാണ് ഈ നടപടി. പക്ഷേ വിനോദസഞ്ചാരികളെ തടയില്ല എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. അതായത് തൃശൂർ മലക്കപ്പാറ അന്തർ സംസ്ഥാന പാതയാണ്. ആ പാതയിലൂടെ സഞ്ചരിക്കുന്നവരെ തടയില്ല എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ജില്ലയുടെ വിവിധയിടങ്ങളിൽ ചെറിയ തോതിൽ മഴ പെയ്യുന്നതായ വിവരങ്ങളുണ്ടെങ്കിൽ പോലും ശക്തമായ മഴ ഒരിടത്തും ഇല്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്നലെ രാവിലെയോടുകൂടി മഴ തൃശ്ശൂരിൽ മാറി നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസമൊക്കെ ശക്തമായ മഴയായിരുന്നു അതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത്. അതിരപ്പള്ളിയിലടക്കം വലിയ രീതിയിൽ ഈ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണ്. എന്നാൽ പോലും ഈ റെഡ് അലേർട്ട് മുൻനിർത്തിയുള്ള മുന്നൊരുക്കങ്ങൾ അത് ജില്ലയിൽ നടത്തുകയും ചെയ്തിട്ടുണ്ട്. സുരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. YS അഭിനന്ദ് കൂടി അല്പസമയത്തിനകം നമുക്കൊപ്പം ചേരും. കാരണം കൊച്ചിയിൽ എറണാകുളം ജില്ലയിലും റെഡ് അലേർട്ടാണ്. എറണാകുളം ജില്ലയിൽ ഇന്നലെ രാത്രി മുതൽ ശക്തമായ മഴയുണ്ട്. രാവിലെയും അവിടെ മഴ പെയ്യുന്നുണ്ടെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. വരും മണിക്കൂറുകളിൽ മഴ മുന്നറിയിപ്പുകളെ കുറിച്ച് മഴ എവിടെയെല്ലാം ശക്തമായി പെയ്യുന്നുണ്ട് അതെല്ലാം തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാ പ്രേക്ഷകരും അവരവരുടെ ഇടങ്ങളിൽ കൂടുതൽ മഴയുണ്ടെങ്കിൽ അറിയിക്കുക. ശക്തമായ കാറ്റിനുള്ള സാധ്യതയുണ്ടെങ്കിൽ അതും നമുക്ക് ജനങ്ങളെ ജാഗ്രത പാലിക്കാനുള്ള ഒരു മുന്നറിയിപ്പായി തന്നെ അറിയിക്കേണ്ടതുണ്ട്. ചേർത്തലയിലെ തിരോധാന കേസുകളിൽ പ്രതി സെബാസ്റ്റ്യനുമായി ഇന്നും തെളിവെടുപ്പ് തുടരും. കോട്ടയം, ആലപ്പുഴ ജില്ലകളിലെ വിവിധ സ്ഥലങ്ങളിലാണ് തെളിവെടുപ്പ്. ഇന്നലെ പള്ളിപ്പുറത്തെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ 64 അസ്ഥികഷ്ണങ്ങളാണ് കണ്ടെത്തിയത്. ഇവ DNA പരിശോധനയ്ക്ക് അയക്കും. വീട്ടിലെ ശുചിമുറിയിൽ നിന്ന് രക്തക്കറയും കണ്ടെത്തിയിരുന്നു. അശ്വിൻ പാലാഴി ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി. അശ്വിൻ, ഗുഡ് മോർണിംഗ്. ഈ ഒരു കേസിൽ ഇനിയും ദുരൂഹതകൾ നിരവധി ഒഴിയാനുണ്ട്. തെളിവെടുപ്പ് പൂർണ്ണമായിട്ടില്ല. പലതരത്തിലുള്ള തെളിവുകളും കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ചില കേസുകളിൽ സമയം ഒരു പ്രശ്നമാണ്. വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഏത് രീതിയിലാണ് അന്വേഷണം? അത് എവിടെ എത്തി നിൽക്കുന്നു? സ്മിത, ഗുഡ് മോർണിംഗ്. ഈ കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ കാര്യമായ പുരോഗതി ഒന്നും അന്വേഷണത്തിൽ ഇല്ല എന്നുള്ളതാണ് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി. അതിൽ ഒരു തരിമ്പ് പോലും അന്വേഷണത്തോട് പ്രതി സെബാസ്റ്റ്യൻ സഹകരിക്കുന്നില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നലെയാണെങ്കിൽ പോലും തെളിവെടുപ്പിന് എത്തിച്ചപ്പോൾ കാര്യമായ ഒരു പ്രതികരണവും ഇയാളിൽ നിന്ന് ഉണ്ടായിരുന്നില്ല. മൗനിയായി വീടിനകത്തിരിക്കുന്ന സെബാസ്റ്റ്യനെയാണ് പോലീസ് ഉദ്യോഗസ്ഥർക്കും നാട്ടുകാർക്കുമൊക്കെ കാണാനായത്. അതിനിടെയാണ് വീട്ടിലെ പരിശോധനയ്ക്കിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടെത്തിയ അതേ സ്ഥലത്ത് നിന്ന് 64 അസ്ഥി കഷ്ണങ്ങൾ കണ്ടെത്തിയത്. അതിൽ അസ്ഥി കഷ്ണമെന്ന് പറയാൻ കഴിയുന്നത് 8 എണ്ണം മാത്രമാണ്. ബാക്കിയെല്ലാം ചെറിയ പൊടികളായിരിക്കുന്ന അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. അതായത് ഈ മൃതദേഹം നശിപ്പിച്ചതിന് ശേഷം ഈ എല്ലുകൾ വീണ്ടും കത്തിച്ചതായാണ് പോലീസ് അന്വേഷണ സംഘമൊക്കെ സംശയിക്കുന്നത്. അത്തരത്തിൽ കൃത്യമായ പ്ലാനിംഗ് ഈ കൊലപാതകത്തിലുണ്ടായി എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സീരിയൽ കില്ലിംഗ് എന്ന ഒരു കാര്യത്തിലേക്ക് അന്വേഷണ സംഘവും വിരൽ ചൂണ്ടുന്നത്. അത് ഒരു പരിധിവരെ അങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നിലവിലിപ്പോൾ ഇനി ഈ ജൈനമ്മ കൊലക്കേസിൻ്റെ തെളിവെടുപ്പാണ് നടക്കുന്നത്. നാളെ കൂടിയാണ് 2 ദിവസം കൂടിയാണ് ഇനി കസ്റ്റഡി അവശേഷിക്കുന്നത്. ഈ കാലയളവിനുള്ളിൽ ജൈനമ്മയുടെ കാണാതായ മൊബൈൽ ഫോൺ കൂടി കണ്ടെത്തണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. ഈ മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യുന്നതിനിടെയാണ് ജൈനമ്മ കൊലക്കേസുമായി സെബാസ്റ്റ്യന് ബന്ധമുണ്ട് എന്നുള്ള ഒരു കാര്യം അന്വേഷണ സംഘത്തിന് വ്യക്തമാക്കുന്നത്. കോട്ടയം ഈരാറ്റുപേട്ടയിലുള്ള ഒരു മൊബൈൽ റീചാർജ് സെന്ററിൽ നിന്നും 99 രൂപയ്ക്കാണ് അന്ന് സെബാസ്റ്റ്യൻ ഈ മൊബൈൽ ഫോണിൽ റീചാർജ് ചെയ്തത്. പക്ഷേ അതിൻ്റെ CCTV ദൃശ്യങ്ങളടക്കം കണ്ടെത്തിയെങ്കിലും ഈ മൊബൈൽ ഫോൺ എവിടെയാണ് എന്ന് കണ്ടെത്താനായിട്ടില്ല. ആ ഫോൺ കണ്ടെത്തിയാൽ ഒരുപക്ഷെ ജൈനമ്മ കൊലപാതക കേസിലെ പ്രധാനപ്പെട്ട വിവരങ്ങൾ കണ്ടെത്താനാകും. ഇയാൾ ജൈനമ്മ അവസാനം ആരെയൊക്കെ ബന്ധപ്പെട്ടു എന്നടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്താനാകും. പക്ഷേ മൊബൈൽ എവിടെയെന്ന് സെബാസ്റ്റ്യൻ പറയുന്നുമില്ല. അന്വേഷണ സംഘത്തിന് കണ്ടെത്താനുമായിട്ടില്ല. ഇന്ന് കോട്ടയത്തും ആലപ്പുഴയിലുമായി വിവിധ സ്ഥലങ്ങളിൽ ഈ തെളിവെടുപ്പ് തുടരും. ശരി, അശ്വിൻ പാലാഴിയാണ് വിവരങ്ങളുമായി ചേർന്നത്. നമുക്കൊപ്പം ചേർത്തലയിൽ ഇപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടതാണ് തെളിവെടുപ്പ് അങ്ങനെ പുരോഗമിക്കുന്നു. 2 ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്നലെ ചില ആരോഗ്യ പ്രശ്നങ്ങൾ അങ്ങനെ മൂകനായാണ് നമ്മൾ സെബാസ്റ്റ്യനെ കണ്ടത്. പലപ്പോഴും ഈ ചോദ്യങ്ങൾക്ക് മറുപടി കൃത്യമായി പറയാൻ മടിക്കുന്നത് ഒരു വല്ലാത്തൊരു അനിശ്ചിതത്വത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് കേസിൻ്റെ. പക്ഷേ തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ഈ ദുരൂഹത അതിൻ്റെ ചുരുൾ അഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അശ്വിൻ, ഈ പലപ്പോഴും ഈ സ്ത്രീകളുടെ കാര്യങ്ങൾ പറയുമ്പോൾ ഈ ഫോൺ ഒരു പ്രധാന ഫോൺ ഉപയോഗിച്ചു അല്ലെങ്കിൽ ജൈനമ്മയുടെ ഫോൺ അയാൾ ഉപയോഗിക്കുന്നു, അതങ്ങനെ വഴിതെറ്റിക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ്. പല രീതിയിൽ മൊബൈൽ ടവറുകൾ നോക്കുമെന്ന് അറിയാവുന്നതുപോലെ. അപ്പോൾ അതിൽ കൃത്യമായ ആസൂത്രണം ചെയ്തിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തത്. ആ രീതിയിലൊക്കെ വരുമ്പോഴും ഇതിങ്ങനെ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നു എന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. കാരണം തുടക്കം മുതൽ ഈ പോലീസിന് ഒരു വീഴ്ച പറ്റി എന്നുള്ള ആരോപണം ഒരു വശത്ത് ശക്തമാകുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ കൃത്യമായ അന്വേഷണം അങ്ങനെ അതിൻ്റെ വഴിക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു കുഴഞ്ഞു മറഞ്ഞ കേസായി ഇതിനെ നമുക്ക് കാണാൻ കഴിയും.
പ്രധാനമായും ഇത് അന്വേഷണ സംഘത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ഒരു സഹകരണവും ഇയാളിൽ നിന്നുണ്ടാകുന്നില്ല എന്നുള്ള ആ ഒരു കാര്യമാണ്. മൊബൈൽ ഫോണിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ സെബാസ്റ്റ്യനിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഉപയോഗിച്ചതും ഉപയോഗിക്കാത്തതുമായ 4ഓളം മൊബൈൽ സിമ്മുകൾ കോട്ടയം ക്രൈംബ്രാഞ്ച് കണ്ടെടുത്തിരുന്നു. അതുതന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഈ സിമ്മുകൾ മാറ്റി ഉപയോഗിക്കുന്ന ഒരു സ്വഭാവക്കാരനാണ് എന്നുള്ള ഒരു കാര്യം കണ്ടെത്തിയിട്ടുണ്ട്. അത് എന്തിനാണ് അങ്ങനെ ഒരു സ്വഭാവം ഇയാൾ സൂക്ഷിക്കുന്നത്? അതുകൊണ്ട് തന്നെ ഇയാളുടെ പല ഇടപാടുകളിലും ദുരൂഹതയുണ്ട്. നമ്മൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുമൊക്കെ സംസാരിക്കുമ്പോൾ അവർ നമ്മളോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ 3 തിരോധാന കേസുകൾക്കും പിന്നിൽ സെബാസ്റ്റ്യന് കൃത്യമായ പങ്കുണ്ട് എന്നുള്ള കാര്യത്തിൽ അന്വേഷണ സംഘത്തിന് ഉറപ്പാണ്. പക്ഷേ ഇതിൽ ഒരു കാര്യം പോലും വിട്ടുപറയാനോ അറിയില്ല എന്ന വാക്കിനപ്പുറത്തേക്ക് മറ്റൊരു മലയാള വാക്ക് അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറയാനോ ഇവർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്, ഈ പ്രതി തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട ഇനിയിപ്പോൾ സെബാസ്റ്റ്യനെ ഏത് രീതിയിൽ ചോദ്യം ചെയ്യണം എന്നുള്ള കാര്യത്തിൽ വലിയ ഒരു അനിശ്ചിതത്വം അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട്. ഇനിയിപ്പോൾ ഈ കേസിൽ 2 ദിവസം കൂടിയാണ് കസ്റ്റഡി കാലാവധി അവശേഷിക്കുന്നത്. നാളെയും മറ്റന്നാളും കൂടിയാണ്. അതിനുള്ളിൽ കാര്യമായ എന്തെങ്കിലും പുരോഗതി സെബാസ്റ്റ്യനിൽ നിന്ന് അന്വേഷണത്തിന് കിട്ടും എന്നുള്ള പ്രതീക്ഷ അന്വേഷണ സംഘത്തിനില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ സെബാസ്റ്റ്യനിൽ നിന്ന് ഒരു വിവരവും കിട്ടിയില്ലെങ്കിൽ പോലും പോലീസിന് അന്വേഷണ സംഘത്തിന് ലഭിച്ച ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അവിടെ പരിശോധന നടത്തിയത്. വീടും പരിസരവുമൊക്കെ കിളച്ചും ഒപ്പം വീടിനകത്തുമൊക്കെ പരിശോധന നടത്തിയത്. ഈ ശുചിമുറിയിൽ നിന്ന് കണ്ടെത്തിയ രക്തക്കറ അത് ഇപ്പോഴും ദുരൂഹമാണ്. ആരുടേതാണ് രക്തക്കറ? 6 വർഷമായി അധിക താമസമില്ലാത്ത സെബാസ്റ്റ്യൻ മാത്രം എത്തിക്കൊണ്ടിരുന്ന വീട്ടിൽ എങ്ങനെ ഒരു രക്തക്കറ കണ്ടെത്തി എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഇതേ രക്തക്കറ തന്നെയാണോ കഴിഞ്ഞ മാസം 28 നടത്തിയ പരിശോധനയിൽ വീടിൻ്റെ സ്വീകരണ മുറിയിൽ നിന്ന് കണ്ടെത്തിയത് എന്നടക്കമുള്ള കാര്യങ്ങൾ സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഈ കേസിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ മറ്റൊരു ദിവസം നാളെയാണ്, ബുധനാഴ്ച. ഇതിൽ പ്രധാനപ്പെട്ട ഒരു വിവരം പുറത്തു വരാനുണ്ട്. അത് DNA സാമ്പിളുകളുടെ പരിശോധനാ ഫലമാണ്. ഐഷയുടെയും ബിന്ദു പത്മനാഭൻ്റെയും ഒപ്പം ജൈനമ്മയുടെയും കുടുംബാംഗങ്ങളുടെ DNA സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് അയച്ചത്. അത് ഈ ലഭിച്ച അസ്ഥി കഷ്ണങ്ങളുമായാണ് ചേർത്ത് പരിശോധിക്കുന്നത്. ആ പരിശോധനാ ഫലം നാളെ വരും. അതിനോടുകൂടി ആരുടേതാണ് ഈ സെബാസ്റ്റ്യൻ്റെ വീടിന് സമീപത്തു നിന്ന് കിട്ടിയ അസ്ഥികൾ എന്നുള്ള കാര്യത്തിലൊരു സ്ഥിരീകരണമാകും. അതോടെ ഒരു പരിധിവരെ കേസിൽ ഒരു ആശ്വാസമാകും എന്നുള്ളതാണ് അന്വേഷണ സംഘം കരുതുന്നത്. ഒപ്പം നിലവിലിപ്പോൾ ഇന്ന് കസ്റ്റഡിയിലുള്ള സെബാസ്റ്റ്യനുമായി എവിടെയാണ് പരിശോധന തെളിവെടുപ്പ് എന്നുള്ള കാര്യത്തിൽ കൃത്യമായൊരു വിവരം പുറത്തു വന്നിട്ടില്ല. ക്രൈംബ്രാഞ്ച് വളരെ രഹസ്യമായാണ് അന്വേഷണ വിവരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്തായാലും ഇന്നും ഈ തെളിവെടുപ്പ് തുടരും. അത് നിർണായകമാണ്. ഒപ്പം ഈ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ എത്തിച്ചുള്ള പരിശോധനയ്ക്കുള്ള നീക്കങ്ങളും പുരോഗമിക്കുന്നുണ്ട്. ആ റഡാർ എത്തിച്ചാൽ ഭൂമിക്കടിയിൽ മൃതദേഹാവശിഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് എല്ലുകളുണ്ടെങ്കിൽ, അസ്ഥികളുണ്ടെങ്കിൽ അത് കണ്ടെത്താനാകുമെന്നുള്ളതാണ് ഈ പെനട്രേറ്റിംഗ് റഡാറിൻ്റെ ഒരു പ്രത്യേകത. അത് എത്തിക്കാനുള്ള നീക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. കേന്ദ്ര ഏജൻസിയോടാണ് ഇത് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി ഇതിന് ആവശ്യമായുണ്ട്. ആ അനുമതി കഴിഞ്ഞ ദിവസം തന്നെ തേടിയിട്ടുണ്ട്. അത് ഇന്ന് ലഭ്യമായാൽ ഇന്നോ നാളെയോ ആ റഡാർ വീട്ടിലെത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട മറ്റൊരു നിർണായക കാര്യം. എന്തായാലും അതിനുവേണ്ടിയുള്ള അവസാന അനുമതിക്കായി കാത്തിരിക്കുകയാണ് അന്വേഷണ സംഘം. ക്രിസ്റ്റീന. ആലപ്പുഴയിൽ നിന്ന് അശ്വിൻ പാലാഴിയാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. തികച്ചും രഹസ്യാത്മകത സൂക്ഷിച്ചുകൊണ്ടാണ് അന്വേഷണ സംഘം ഈ കേസുമായി മുന്നോട്ട് പോകുന്നത്. കൊച്ചിയിൽ ഇപ്പോൾ കനത്ത മഴ പെയ്യുകയാണ്. എറണാകുളം ജില്ലയുടെ പല പ്രദേശങ്ങളിലും രാവിലെ മുതൽ ശക്തമായ മഴ പെയ്യുന്നുണ്ട്. മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. ആലപ്പുഴ മാവേലിക്കരയിൽ കീച്ചേരിക്കടവ് പാലത്തിന്റെ ഗേഡർ തകർന്നു വീണ് 2 പേർ മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തം. നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് അപകടത്തിന് കാരണം എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. അപാകതകൾ ചൂണ്ടിക്കാണിച്ച് പരാതികൾ നൽകിയെങ്കിലും ഉത്തരവാദിത്തപ്പെട്ടവർ ഇടപെട്ടില്ലെന്നാണ് ആരോപണം. മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ നിർദ്ദേശപ്രകാരം പൊതുമരാമത്ത് വിജിലൻസ് വിഭാഗം അപകടത്തിൽ അന്വേഷണം നടത്തും. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷാണ് ചേരുന്നത്. വിഷ്ണു, 2 പേർ മരിക്കാനിടയായ സംഭവം, അതിൽ അശാസ്ത്രീയത നിർമ്മാണത്തിലുണ്ടെന്നുള്ള ആരോപണം നിലനിൽക്കുന്നു. ഏതു തരത്തിലാണ് ഈ അപകടത്തിൽ അന്വേഷണം നടത്തുക? ക്രിസ്റ്റീന, ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് കീച്ചേരിക്കടവ് പാലത്തിന്റെ ഒരു ഭാഗം, ഗർഡർ വെക്കുന്ന ഭാഗം തകർന്നു വീണത്. അതിനകത്ത് 2 തൊഴിലാളികൾക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തിരുന്നു. ചെട്ടിക്കുളങ്ങര, ചെന്നിത്തല പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലമാണ്. കഴിഞ്ഞ 3 വർഷമായി ഇതിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നുണ്ട്. പാലത്തിനെതിരെ കഴിഞ്ഞ കുറച്ച് നാളുകളായി നാട്ടുകാർ ഇതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടൊക്കെ ആക്ഷേപം ഉയർത്തിയിരുന്നു. പ്രത്യേകിച്ച് പാലത്തിന്റെ ഒരു തൂണിൽ ഈ മരം വന്നിടിക്കുകയും അത് പിന്നീട് തൂണിന് വിഷയമുണ്ടെന്നൊക്കെ നാട്ടുകാർ പറയുകയും ചെയ്തു. അതിനു പുറമെ അത് പരിഹരിക്കാതെ നിർമ്മാണ പ്രവർത്തനം നടത്തിയത് അപകടത്തിലേക്ക് പോയി എന്നാണ് ഇപ്പോൾ നാട്ടുകാർ ആരോപിക്കുന്നത്. വിഷയത്തിൽ അടിയന്തര റിപ്പോർട്ട് പൊതുമരാമത്ത് വകുപ്പ് ചോദിച്ചിട്ടുണ്ട്. ഒപ്പം വിജിലൻസിന്റെ പരിശോധനയ്ക്കുള്ള സാധ്യതയും നിലവിൽ കാണുന്നുണ്ട്. ഇന്ന് പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ എത്തി പ്രാഥമിക പരിശോധന നടത്തും എന്നാണ് ലഭ്യമാകുന്ന വിവരം. ക്രിസ്റ്റീന. ശരി.
വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. കേരള സർവകലാശാല സസ്പെൻഷൻ വിവാദത്തിൽ തിരിച്ചടി മുന്നിൽ കണ്ട് പുതിയ നീക്കവുമായി വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ. ഹൈക്കോടതിയിൽ രജിസ്ട്രാർ KS അനിൽകുമാർ സമർപ്പിച്ച ഹർജിയിൽ സർവകലാശാലയ്ക്ക് വേണ്ടി എതിർ സത്യവാങ്മൂലം നൽകിയ അഭിഭാഷകനോട് VC വിശദീകരണം തേടി. രജിസ്ട്രാർ ഇൻചാർജ് മിനി കാപ്പൻ നൽകിയ വസ്തുതാ വിവരണ സ്റ്റേറ്റ്മെന്റ് മറച്ചുവെച്ച് യൂണിവേഴ്സിറ്റി അഭിഭാഷകൻ സത്യവാങ്മൂലം സമർപ്പിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചാണ് വിശദീകരണം തേടിയത്. രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം സിൻഡിക്കേറ്റിനാണെന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നു. സിൻഡിക്കേറ്റ് ഉപസമിതി ചേരാൻ അനുവദിക്കാതെ ഹാൾ പൂട്ടിയിറങ്ങിയ VCയുടെ നടപടിക്കെതിരെ നിയമപരമായി മുന്നോട്ടു പോകുമെന്ന് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും അറിയിക്കുന്നു. ഇനിയൊരു രാഷ്ട്രീയ വാർത്തയിലേക്കാണ്. പുനഃസംഘടനാ ചർച്ചകൾക്കായി KPCC നേതൃത്വം ഇന്ന് ഡൽഹിയിലെത്തും. സംസ്ഥാനത്തെ പ്രമുഖ നേതാക്കളുമായി KPCC അധ്യക്ഷനും വർക്കിംഗ് പ്രസിഡന്റുമാരും പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ആശയവിനിമയങ്ങൾ പൂർത്തീകരിച്ച ശേഷമാണ് ഡൽഹിയിൽ ചർച്ചയ്ക്കെത്തുന്നത്. ഡൽഹിയിലുള്ള MPമാരുടെ അഭിപ്രായവും തേടും. അതിനുശേഷം AICC നേതൃത്വവുമായി കൂടിക്കാഴ്ചയുണ്ടാകും. തൃശൂർ ഒഴികെയുള്ള DCC അധ്യക്ഷന്മാർക്ക് മാറ്റമുണ്ടാകുമെന്നാണ് സൂചനകൾ. എന്നാൽ മികച്ച പ്രവർത്തനം നടത്തിയ ചില ജില്ലകളിൽ മാറ്റം വേണ്ടെന്ന അഭിപ്രായവുമുണ്ട്. അങ്ങനെ വരുമ്പോൾ മാറ്റം വരുന്ന ജില്ലകളിലെ DCC അധ്യക്ഷന്മാർ മോശം പ്രകടനം കാഴ്ചവെച്ചു എന്ന വിലയിരുത്തൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഗുണം ചെയ്യില്ല എന്ന ചർച്ചകളും ശക്തമാണ്. DCC അധ്യക്ഷന്മാരുടെ പട്ടികയ്ക്ക് രൂപം നൽകിയാണ് നേതൃത്വം ഡൽഹിയിലേക്ക് തിരിക്കുന്നത്. KPCC ജനറൽ സെക്രട്ടറി, വൈസ് പ്രസിഡന്റ് പദവികളിൽ കൂടുതൽ പേരെ ഉൾപ്പെടുത്തും. KPCC സെക്രട്ടറിമാരുടെ പ്രഖ്യാപനവും ഉടൻ നടത്താനാണ് നീക്കം. തൃശൂർ മലക്കപ്പാറ വീരൻകുടി അരേക്കാപ്പ് ഉന്നതികളുടെ പുനരധിവാസം വനം വകുപ്പ് അട്ടിമറിച്ച സംഭവത്തിൽ വനം വകുപ്പിനെതിരെ ആദിവാസികൾ സമരത്തിന് ഇന്ന് ചാലക്കുടി DFO ഓഫീസ് ഉപരോധിക്കും. മാരാങ്കോട് തങ്ങൾക്ക് ഭൂമി അനുവദിച്ചതിൽ ചാലക്കുടി DFO തടസ്സം സൃഷ്ടിക്കുകയായിരുന്നു എന്നാണ് ഉയരുന്ന ആരോപണം. 2018 പ്രളയത്തിൽ വീരൻകുടി ഉന്നതിയുടെ ഇരുവശവും ഉരുളെടുത്തതോടെയും അരേക്കാപ്പിൽ മണ്ണിടിച്ചിൽ സാധ്യത രൂക്ഷമായതോടെയുമാണ് മാറ്റിപ്പാർപ്പിക്കൽ തുടങ്ങിയത്. 42.957 ഹെക്ടർ ഭൂമി മാരാങ്കോട് കണ്ടെത്തി സ്ഥലം വേർതിരിച്ചെങ്കിലും അവസാന നിമിഷം വനംവകുപ്പ് തടസ്സം സൃഷ്ടിക്കുകയായിരുന്നു. 47 കുടുംബങ്ങൾക്കും പട്ടയമടക്കം തയ്യാറാക്കുന്നതിനിടയിലാണ് വനംവകുപ്പ് പുനരധിവാസ പദ്ധതികൾ നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയത്. ജൂൺ 15 മാറ്റിപ്പാർപ്പിക്കാനായിരുന്നു തീരുമാനമെങ്കിലും മന്ത്രിതല ചർച്ചയിൽ വനംവകുപ്പ് എതിർപ്പറിയിക്കുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് വനംവകുപ്പിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നത്. ഇരുവഴിഞ്ഞിപ്പുഴയിലെ പതങ്കയം വെള്ളച്ചാട്ടത്തിൽ കാണാതായ വിദ്യാർത്ഥി അലനായുള്ള തെരച്ചിൽ ഇന്നും തുടരും. മഞ്ചേരിയിൽ നിന്ന് വന്ന 6 അംഗ സംഘത്തിൽപ്പെട്ട +1 വിദ്യാർത്ഥിയായ ആണ് അലൻ. ഞായറാഴ്ച ഉച്ചയോടെയാണ് ഒഴുക്കിൽപ്പെട്ടത്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് കഴിഞ്ഞ ദിവസം തെരച്ചിൽ നിർത്തിവച്ചിരുന്നു. മുക്കം അഗ്നിരക്ഷാസേനയും സ്കൂബ ടീമും പോലീസും സന്നദ്ധ പ്രവർത്തകരും സംയുക്തമായാണ് തെരച്ചിൽ നടത്തിയത്. NDA പാർലമെന്ററി പാർട്ടി യോഗം ഇന്ന്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലാണ് യോഗം. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് മുഖ്യ അജണ്ടയെന്നാണ് വിവരം. തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ വ്യാഴാഴ്ച ആരംഭിക്കാനിരിക്കെയാണ് യോഗം ചേരുന്നത്. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പാർലമെന്റിലെ പ്രതിപക്ഷ പ്രതിഷേധവും സഭാ നടപടികൾ തുടർച്ചയായി തടസ്സപ്പെടുന്നതും ചർച്ചയാകും. ഭരണകക്ഷി എന്ന നിലയിൽ MPമാർ സ്വീകരിക്കേണ്ട നയം യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിക്കും. പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധമാകാൻ സാധ്യത. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം പാർലമെന്റിലും പുറത്തും കൂടുതൽ ശക്തമായി ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. രാഹുൽ ഗാന്ധി ഇന്ന് ബംഗളൂരുവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവം പാർലമെന്റിൽ ഇന്നും കേരളത്തിൽ നിന്നുള്ള അംഗങ്ങൾ ഉന്നയിക്കും. ഇന്ത്യയ്ക്കുള്ള ഇറക്കുമതി തീരുവ ഇനിയും വർദ്ധിപ്പിക്കുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിയും പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കും. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ കഴിഞ്ഞ ദിവസം ലോക്സഭ തടസ്സപ്പെട്ടിരുന്നു. കായിക ബില്ലിൽ ചർച്ചയ്ക്ക് സഹകരിക്കണമെന്ന് ഭരണപക്ഷത്തിന്റെ ആവശ്യം തള്ളി പ്രതിപക്ഷം പ്രതിഷേധം കടുപ്പിക്കുകയായിരുന്നു. രാഹുൽ ഗാന്ധിക്കെതിരെ സുപ്രീംകോടതിയിൽ നിന്നുണ്ടായ വിമർശനം പ്രതിപക്ഷത്തിനെതിരെ ഭരണപക്ഷം ഇന്ന് പാർലമെന്റിൽ ആയുധമാക്കും എന്നാണ് സൂചന. ഇനി ചില പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ്. കൊല്ലം പുനലൂർ ഗവൺമെന്റ് പോളിടെക്നിക്കൽ കമ്പ്യൂട്ടർ വിഭാഗം ലെക്ചറർ തസ്തികയിലേക്ക് ഒഴിവ്. അഭിമുഖം ഈ മാസം 6-ന്. കൊല്ലം ജവാഹർ നവോദയ വിദ്യാലയത്തിൽ 6ാം ക്ലാസ് പ്രവേശനത്തിന് അപേക്ഷിക്കാനുള്ള തീയതി നീട്ടി. ഈ മാസം 13 വരെ അപേക്ഷിക്കാം. ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററുടെ തസ്തികയിലേക്ക് ഒഴിവ്. അഭിമുഖം ഈ മാസം 10-ന്. കോട്ടയം ഹോമിയോ ആശുപത്രികളിലും ഡിസ്പെൻസറികളിലും ഫാർമസിസ്റ്റ് ഒഴിവ്. അഭിമുഖം ഈ മാസം 12-ന്. പ്രായപരിധി 40 വയസ്സിൽ താഴെ. കോഴിക്കോട് മരുത്തോങ്കര സെയിന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജൂനിയർ ഇക്കണോമിക്സ് അധ്യാപകരുടെ ഒഴിവ്. അഭിമുഖം ഈ മാസം 18-ന്.
ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. കോഴിക്കോട് പശുക്കടവിൽ വീട്ടമ്മ ഷോക്കേറ്റു മരിച്ചതോടെ ദുരിതത്തിലാണ് ആ കുടുംബം. അപകടത്തിൽപ്പെട്ട് പരിക്കേറ്റ ഭർത്താവ് ചികിത്സയിലാണ്. വീട് ജപ്തി ഭീഷണിയിലായതും കുടുംബത്തിന്റെ ദുരിതം ഇരട്ടിയാക്കുന്നുണ്ട്. ശനിയാഴ്ച പുലർച്ചെയാണ് കോങ്ങാട് ഇഞ്ചിപ്പാറ മലമുകളിൽ താമസിക്കുന്ന ചൂളപ്പറമ്പിൽ ഷിജുവിന്റെ ഭാര്യ ബോബിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സമീപത്ത് സ്ഥാപിച്ച കെണിയിൽ നിന്ന് ഷോക്കേറ്റായിരുന്നു മരണം. മേയ്ക്കാൻ വിട്ട ഗർഭിണിയായ പശുവിനെ ചത്ത നിലയിലും കണ്ടെത്തിയിരുന്നു. കുടുംബത്തിന്റെ അത്താണിയായിരുന്ന ബോബിയുടെ വിയോഗത്തോടെ പ്രതിസന്ധിയിലാണ് കുടുംബം. ഷിജുവിന്റെ ചികിത്സയും 3 മക്കളുടെ പഠനവും ബോബിയുടെ ചുമലിലായിരുന്നു. ആശ്രയം ഇല്ലാതായതാണ് കുടുംബത്തിന്റെ ദുരിതമേറ്റുന്നത്. ഒരു 2.5 ലക്ഷം രൂപ ലോൺ എടുത്തിരുന്നു. അത് 2.90 ഞാൻ തിരിച്ചടച്ചതാണ്. പിന്നെ എനിക്കൊരു ആക്സിഡന്റ് പറ്റി, ഗൾഫിൽ പോയി കുടുങ്ങി. അങ്ങനെ അടവും മുടങ്ങി. അവരിപ്പോൾ പറയുന്നത് 5 ലക്ഷം രൂപയും കൂടെ അടക്കണം എന്നും പറഞ്ഞ് ജപ്തി നോട്ടീസ് ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. പിള്ളേർ പഠിക്കുന്നുണ്ട്. ബൈക്ക് ആക്സിഡന്റ് ആയിരുന്നു. കമ്പിയിട്ടിരിക്കുന്നതാണ്. മൂത്ത കുട്ടി 3ാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ്. മറ്റു 2 പേർ +2-ലും 9-ലുമാണ് പഠിക്കുന്നത്. ബോബിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അയൽവാസിയായ ദിലീപ് എന്ന ലിനീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. സമീർ സി മുഹമ്മദ്, 24 കോഴിക്കോട്. മലപ്പുറം വേങ്ങര ചോലക്കുണ്ട് ഗവൺമെന്റ് UP സ്കൂളിനോട് ചേർന്നുള്ള വൈദ്യുതി ലൈൻ മാറ്റി ഇൻസുലേറ്റഡ് ലൈനുകളാക്കിയാണ് KSEB മാറ്റിയത്. 24 വാർത്തയെ തുടർന്നാണ് അടിയന്തര ഇടപെടൽ. സ്കൂളിനോട് ചേർന്ന് പോകുന്ന വൈദ്യുതി ലൈൻ വലിയ അപകടമാണെന്ന് ചൂണ്ടിക്കാണിച്ചുള്ള വാർത്തയാണ് നാടിന് തുണയായത്. 24 ഇംപാക്ട് വിപിൻ സി വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലെ പറപ്പൂര് ചോലക്കുണ്ട് ഗവൺമെന്റ് UP സ്കൂളിന്റെ മുൻപിൽ ഇപ്പോൾ നിൽക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. കാരണം 24ന്റെ വാർത്ത വലിയ ഫലം കണ്ടിരിക്കുന്നു. അതിന്റെ ഭാഗമായി ഇവിടുത്തെ ഈ ഇലക്ട്രിക് ലൈൻ, സ്കൂളിനോട് ചേർന്നിട്ടുണ്ടായിരുന്ന വൈദ്യുതി ലൈൻ, അത് മാറ്റി അത് ഇൻസുലേഷൻ ചെയ്തിട്ടുള്ള വയറുകളാക്കുകയാണ്. അങ്ങനെ സുരക്ഷിതമായ വയറുകളാക്കുന്ന പ്രവൃത്തി KSEBയുടെ ഭാഗത്ത് നിന്ന് ആരംഭിച്ചിരിക്കുന്നു. ഈ സ്കൂളിനോട് തൊട്ട് ചേർന്നിട്ടായിരുന്നു 3 ഫേസ് ലൈൻ പോയിരുന്നത്. അത് വലിയ ഒരു കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു ആശങ്ക വലുതായിരുന്നു. രക്ഷിതാക്കൾക്ക് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം എപ്പോൾ വേണമെങ്കിലും ഒരു അപകടം സംഭവിക്കാമെന്നുള്ള സാഹചര്യമാണ് നിലനിന്നിരുന്നത്. 24 ആ വാർത്ത അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഒപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഉൾപ്പെടെയുള്ളവർ അതിൽ ഇടപെടുകയും ചെയ്തു. ഉടൻ തന്നെ ഇപ്പോൾ KSEBയുടെ ഭാഗത്തു നിന്നാണ് ഈ ഒരു മാറ്റുന്ന പ്രവൃത്തി ആരംഭിച്ചിരിക്കുന്നത്. ഒരു സന്തോഷം തന്നെയാണ് അല്ലേ? തീർച്ചയായും. വലിയ അപകടാവസ്ഥയിലുണ്ടായിരുന്ന ലൈന് മാറ്റി ഇന്നത് ഇൻസുലേഷൻ കേബിളാക്കി മാറ്റി. വലിയ ആശ്വാസമുണ്ട്. ഒരുപക്ഷെ യഥാർത്ഥ മാധ്യമധർമ്മം നിർവഹിച്ച 24-നോടുള്ള നന്ദി പൊതുജനങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് നന്ദി രേഖപ്പെടുത്തുകയാണ്. വളരെ സന്തോഷമുണ്ട്. ഒരുപാട് ഇടപെടലുകൾ നമ്മൾ ഇതിന് നടത്തി. 24 അത് ഏറ്റെടുത്തു. വളരെ സന്തോഷം, ആശ്വാസമുണ്ട് നാട്ടുകാരെന്നുള്ള നിലക്ക്. അപ്പോൾ 700ഓളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. ഇതിൽ നിന്ന് ക്ലാസ് മുറിയോട് തൊട്ട് ചേർന്നായിരുന്നു വൈദ്യുതി ലൈൻ പോയിരുന്നത്. നമ്മൾ ഈ കൊല്ലത്തേക്ക് ഒരു സംഭവം മുൻനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ ആ ആശങ്ക അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഉടൻ തന്നെ നടപടി വേണമെന്ന് ആവശ്യപ്പെടുകയുമായിരുന്നു. ഇവിടുത്തെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ വൈദ്യുതി മന്ത്രിയെ തന്നെ നേരിട്ട് വിളിക്കുകയും ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ KSEBയുടെ ഭാഗത്തുനിന്ന് അതിൽ അടിയന്തര നടപടി, അന്ന് ഫണ്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഇതാ അത് മാറ്റി ഇൻസുലേഷൻ സുരക്ഷിതമായിട്ടുള്ള കേബിളാക്കുന്ന ജോലികൾ തകൃതിയായി തന്നെ ഈ പറപ്പൂർ ചോലക്കുണ്ട് സ്കൂളിന്റെ മുൻപിൽ നടക്കുകയാണ്. ക്യാമറമാൻ അർഷക്കിനൊപ്പം വിപിൻ സി വിജയൻ, 24 മലപ്പുറം. ആ റിപ്പോർട്ട് ഫലം കണ്ടു എന്നുള്ളത് വളരെ അഭിമാനകരമായ ഒരു റിപ്പോർട്ടാണ്. വിപിൻ സി വിജയനാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നത്. അതിലാണ് ഇപ്പോൾ ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കുന്നത്. കൊച്ചി നഗരത്തിൽ ശക്തമായ മഴ എന്ന വാർത്ത വരുന്നുണ്ട്. പാലാരിവട്ടത്തും വൈറ്റിലയിലും MG റോഡിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വാഹനങ്ങളിൽ ഉൾപ്പെടെ ഈ വഴികളിൽ കൂടെ പോകുന്നവർ തീർച്ചയായും ശ്രദ്ധിക്കണം. വെള്ളപ്പൊക്കത്തിൽ നിന്ന് കുട്ടനാടിനെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ആലപ്പുഴ കളക്ടറേറ്റിന് മുന്നിൽ വെള്ളത്തിൽ നിന്ന് കൂട്ട ഉപവാസ സമരം. വിശാല കുട്ടനാട് സംരക്ഷണ ഏകോപന സമിതി ചെയർമാൻ BK വിനോദിന്റെ നേതൃത്വത്തിലാണ് ഉപവാസം നടത്തിയത്. പരിസ്ഥിതി പ്രവർത്തകൻ CR നീലകണ്ഠൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. വെള്ളം നിറച്ച് ടാങ്കിൽ ഇറങ്ങി നിന്നായിരുന്നു പ്രതിഷേധം. കൊച്ചി നഗരത്തിൽ ശക്തമായ മഴ പെയ്യുകയാണ്. പാലാരിവട്ടം, വൈറ്റില, MG റോഡ് ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷം. കൊച്ചിയിൽ നിന്ന് YS അഭിനന്ദാണ് ചേരുന്നത്. അഭിനന്ദ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ കൊച്ചിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം മഴ പെയ്യുമ്പോൾ ഈ വെള്ളക്കെട്ട് എന്നുള്ളതാണല്ലോ. തുടർച്ചയായി മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. എവിടെയൊക്കെയാണ് വെള്ളക്കെട്ട് രൂക്ഷമായിട്ടുള്ളത്? എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ഈ യാത്രക്കാരും വാഹനങ്ങളിൽ പോകുന്നവരും ഒക്കെ ശ്രദ്ധിക്കാനുള്ളത്? എന്താണ്? നഗരത്തിൽ രാവിലെ മുതലാണ് ഇത്തരത്തിലേക്ക് മഴ ശക്തമായി തുടങ്ങുന്നത്. രാവിലെ ഏതാണ്ട് 5:30 ഇത്തരത്തിലേക്ക് ശക്തമായ മഴ തുടരുന്നത്. ഇപ്പോൾ ഞാൻ ഉള്ളത്
വെണ്ണല വൈറ്റില റോഡിലാണ്. ഇവിടെയാണ് ഇപ്പോൾ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നത്. അതുപോലെ തന്നെ വൈറ്റില MG റോഡ്, പാലാരിവട്ടം, കടവന്ത തുടങ്ങിയ ഭാഗങ്ങളിലും ഇത്തരത്തിൽ ഇപ്പോൾ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നുണ്ടെന്നാണ് ലഭ്യമാകുന്ന വിവരം. എറണാകുളം ജില്ലയിൽ ഇന്ന് റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മുടെ കമന്റ് ബോക്സിലടക്കം ഇപ്പോൾ പ്രേക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇത്രയും വലിയ മഴയായിട്ടും കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടി വ്യക്തമാക്കുന്നുണ്ട്. എറണാകുളം ജില്ലയിലെ മലയോര മേഖലയായ മൂവാറ്റുപുഴയിലും കോതമംഗലത്തുമൊക്കെ ഇപ്പോൾ മഴ തുടരുകയാണ്. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഇത്തരത്തിൽ വെള്ളക്കെട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. കടവന്ത്ര, പാലാരിവട്ടം, വൈറ്റില, MG റോഡ് തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഇപ്പോൾ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നത്. രാവിലെ മുതലായിരുന്നു ശക്തമായ മഴ അനുഭവപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. ഇന്നലെ രാത്രിയൊക്കെ സാധാരണ നിലയിലായിരുന്നു കാലാവസ്ഥ. പക്ഷേ രാവിലെ ആയപ്പോൾ മഴയുടെ ശക്തി കൂടി. അങ്ങനെയാണ് ഇത്തരത്തിൽ ഇപ്പോൾ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ മഴയത്ത്, അതായത് കാലവർഷത്തിന്റെ 2ാം വരവോടുകൂടിയാണ് ആദ്യം ഒക്കെ ഇത്രയും വെള്ളക്കെട്ട് ഉണ്ടായിരുന്നില്ല. അതിനകത്ത് ഹൈക്കോടതിയുടെയൊക്കെ ഇടപെടലിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ കൊച്ചി കോർപ്പറേഷൻ കൃത്യമായി ഇതിനകത്ത് ഇടപെട്ടതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വെള്ളക്കെട്ട് നിയന്ത്രിക്കുവാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ കഴിഞ്ഞ മാസമുണ്ടായ കാലവർഷത്തെ തുടർന്നാണ് വീണ്ടും വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. എന്തായാലും ഈ ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെയുള്ള സ്ഥിതിയാണ് കൊച്ചി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളത്. രാവിലെ മുതൽ തന്നെയാണ് ശക്തമായ മഴ ഉണ്ടാവുകയും ഇത്തരത്തിൽ പ്രദേശങ്ങളിലൊക്കെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് ഉണ്ടാവുകയും അഭിനന്ദ്, ഇതിന്റെ വലിയൊരു അപകടം പല റോഡുകളും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അറിയാം, പല റോഡുകളിലും നിറയെ കുഴികളാണ്. അത് ചെറിയ കുഴികളല്ല, വലിയ വലിയ കുഴികളാണ്. ഈ മഴ പെയ്ത് വെള്ളക്കെട്ട് ഇങ്ങനെ രൂപപ്പെടുമ്പോൾ ഈ കുഴികൾ എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിയാതെ വരും. ചക്രവാഹനത്തിൽ പോകുന്നവർക്കൊക്കെ വലിയ ജാഗ്രത പാലിക്കേണ്ട ഒരു സമയമാണ്. കാരണം ചെറിയ മഴ പെയ്താൽ പോലും അപകടങ്ങൾ ഭീഷണിയാകുന്നുണ്ട്, അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ അഭിനന്ദ് നിൽക്കുന്ന റോഡ് നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. നമുക്കത് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. മറ്റെവിടങ്ങളിലെല്ലാം ജാഗ്രത പാലിക്കണം. കൂടുതൽ വിവരങ്ങൾ, മഴ കാക്കനാട് ഭാഗത്തൊക്കെ ശക്തമായ മഴ പെയ്യുകയാണ്. ഇങ്ങനെ സൂചിപ്പിച്ചതുപോലെ തന്നെ റോഡിലെ കുഴിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം അത് കൊച്ചിയിലെ തുടക്കത്തെയാണ്. ഒരു ചെറിയ മഴ പെയ്താൽ പോലും വലിയ കുഴികൾ രൂപപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. ഇടപ്പള്ളിയിലേക്കൊക്കെ പോകുകയാണെങ്കിൽ അവിടെ ദേശീയപാത നിർമ്മാണവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടും റോഡിൽ ഇത്തരത്തിൽ കുഴി രൂപപ്പെടുന്ന നിലയിലേക്കുണ്ട്. എന്തായാലും കൊച്ചി നഗരത്തിന്റെ ഉൾപ്രദേശങ്ങളായിട്ടുള്ള കാക്കനാട്, തൃക്കാക്കര, കളമശ്ശേരി തുടങ്ങിയ പ്രദേശങ്ങളിൽ മഴ പെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ആലുവയിലും അങ്കമാലിയിലുമൊക്കെ ചെറുതായി മഴ ഉണ്ട് എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. നഗരത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നമ്മൾ ഇതുപോലെ സഞ്ചരിക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ വെള്ളക്കെട്ട് രൂക്ഷമായ നിലയിൽ കാര്യങ്ങൾ എത്തുന്നു. ഒപ്പം തന്നെ ഈ കുഴിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം അതൊക്കെ തന്നെ വലിയ രീതിയിൽ ജനങ്ങളെ ബാധിക്കുമെന്നാണ് ഇതിനകത്തുള്ള ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുന്നു. ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ കൊച്ചി കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതുമായി ബന്ധപ്പെട്ട കൃത്യമായ നടപടി സ്വീകരിച്ചിരുന്നെങ്കിലും പിന്നീട് ഇതിന്റെ ഈ ഓട നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട അശാസ്ത്രതയൊക്കെ വീണ്ടും ഉള്ളത് എന്നുള്ള തെളിവാണ് ഇത്തരത്തിൽ വെള്ളക്കെട്ട് രൂക്ഷമാകുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ ഈ വൈറ്റില, MG റോഡ്, മഹാരാജാസ് കോളേജിന്റെ ഭാഗം, ഒപ്പം തന്നെ കടവന്ത്ര, കല്ലൂർ തുടങ്ങിയ പ്രദേശങ്ങളിലും ചെറിയ രീതിയിൽ തന്നെ വെള്ളക്കെട്ട് ഉണ്ട് എന്നതാണ് ലഭ്യമാകുന്ന വിവരം. സ്മിത. ശരി, YS അഭിനന്ദാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. നിർമ്മാതാക്കളുടെ സംഘടന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരെ നിർമ്മാതാവ് സാന്ദ്ര തോമസ് കോടതിയെ സമീപിക്കും. എറണാകുളം സബ് കോടതിയിലാണ് ഹർജി സമർപ്പിക്കുക. പ്രസിഡന്റ് സ്ഥാനത്തേക്കും ട്രഷറർ സ്ഥാനത്തേക്കുമുള്ള സാന്ദ്ര തോമസിന്റെ പത്രികയാണ് സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി തള്ളിയത്. പത്രിക തള്ളിയതിനെ സാന്ദ്ര തോമസ് ശക്തമായി ഇതിനെതിരെ പ്രതിഷേധിച്ചു. വരണാധികാരിയുമായും മറ്റംഗങ്ങളുമായും വാക്കേറ്റവും ബഹളവും ഉണ്ടായി. തന്നോട് കാണിച്ചത് അനീതിയാണെന്നും ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും സാന്ദ്ര പ്രതികരിച്ചു. ഈ മാസം 14-നാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പ്. റിസർവ് ബാങ്കിന്റെ ധനനയ പ്രഖ്യാപനം നാളെയാണ്. അടിസ്ഥാന നിരക്ക് വീണ്ടും കുറയ്ക്കില്ലെന്നാണ് സൂചന. വിദഗ്ധർ അങ്ങനെയാണ് പറയുന്നത്. തിരുവ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ നിരക്ക് കൂട്ടുന്നത് ഗുണമാകില്ലെന്നാണ് വിലയിരുത്തൽ. തുടർച്ചയായി 3 തവണയായി RBI 1% നിരക്ക് കുറച്ചിരുന്നു. ജൂണിൽ വിലക്കയറ്റം റിസർവ് ബാങ്ക് നിശ്ചയിച്ച പരിധിക്കുള്ളിലായത് അനുകൂല ഘടകമാണെങ്കിലും ഒരു തവണ കൂടി നിരക്കിളക്ക് നൽകുന്നത് ജാഗ്രതയോടെയാകും എന്നാണ് സൂചന. ധനനയ കമ്മിറ്റിയുടെ യോഗം ഇന്നലെയാണ് തുടങ്ങിയത്. അമേരിക്കൻ താരിഫ് GDP-യിലും കുറവ് വരുത്തുമെന്ന വിലയിരുത്തലുകളുമുണ്ട്. റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കോഴിക്കോട് വ്യത്യസ്തമായ ഒരു പ്രതിഷേധം. തകർന്ന റോഡ് പൂന്തോട്ടമാക്കി മാറ്റിയാണ് പ്രതിഷേധിച്ചത്. പള്ളിക്കണ്ടി അഴീക്കൽ റോഡ് നിറയെ കുഴികളാണ്. ഈ കുഴികളിലാണ് ചെടിച്ചട്ടികൾ നിരത്തി പൂന്തോട്ടമാക്കിയത്. പലതവണ റോഡ് നന്നാക്കണമെന്നാവശ്യപ്പെട്ട് കോർപ്പറേഷനിൽ എത്തിയതാണ്. പക്ഷേ പരിഹാരമാകുന്നില്ല. അപകടങ്ങൾ പതിവാണ്.
മഴക്കാലമായാൽ ഒട്ടും യാത്ര ചെയ്യാൻ പറ്റില്ല. വളരെ ബുദ്ധിമുട്ടാണ് എല്ലാം കൊണ്ടും. കുട്ടികൾ സ്കൂളിൽ ഒരു മഴ പെയ്ത് ഇപ്പോൾ ഇവിടെ ഒരു വൃത്തിയുണ്ട്. ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ വന്ന് നോക്കിയാൽ കാണാം ഇവിടെ ഉള്ളൊരു അവസ്ഥ. കുട്ടികൾ സ്കൂളിൽ പോകാനായി കഴിഞ്ഞാലും പ്രായമായവരോ എല്ലാവരും ഒരാൾക്ക് പുറത്തിറങ്ങിയിട്ട് ഇതിൽ സഞ്ചരിക്കാനുള്ള ഒരു യോഗ്യത കാണുന്നില്ല. ശുചിമുറി മാലിന്യ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനെതിരെ ജനകീയ പ്രതിഷേധം നടന്ന സ്ഥലമാണിത്. അതിന്റെ പ്രതികാരമായാണ് കോർപ്പറേഷൻ റോഡ് നന്നാക്കാത്തതെന്നാണ് ആരോപണം. ജനങ്ങളോടുള്ള പകപോക്കലിന്റെ ഭാഗമായിട്ടാണ് സർക്കാർ, അതായത് കോഴിക്കോട് കോർപ്പറേഷൻ ഈ റോഡ് റിപ്പയർ ചെയ്യാതെ വെച്ചിട്ടുള്ളത്. കോഴിക്കോട് കോർപ്പറേഷൻ ഉപരോധിക്കുന്ന സമരം ഉൾപ്പെടെ ഞങ്ങൾ കൊണ്ടുവന്നിട്ട് ഈ റോഡ് മാത്രം ഇവിടെ മാത്രമല്ല കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലെല്ലാം കിടക്കുന്നുണ്ട്. മുസ്ലിം ലീഗാണ് വ്യത്യസ്തമായ ഈ സമര പരിപാടിക്ക് പിന്നിൽ. 24 കോഴിക്കോട്. വേനലിൽ അടങ്ങിയിരിക്കുകയും മഴ പെയ്താൽ വശ്യമായ സൗന്ദര്യത്തോടെ ആകർഷിക്കുകയും ചെയ്യുന്ന ഇടമാണ് ആനക്കല്ലമ്പാറ വെള്ളച്ചാട്ടം. കോഴിക്കോട് ജില്ലയിലെ കൂടരഞ്ഞി പഞ്ചായത്തിലെ പൂവാറന്തോടിലാണ് ഈ മനോഹര കാഴ്ച. കോഴിക്കോടിൻ്റെ കിഴക്കൻ മലയോര ഗ്രാമമായ കൂടരഞ്ഞിക്ക് പച്ചപ്പ് അല്പം കൂടുതലാണ്. ആ പച്ചപ്പിന് വെള്ളിച്ചിലങ്ക ചാർത്തിയ ചന്തത്തോടെയാണ് ആനക്കല്ലമ്പാറ ഒഴുകുന്നത്. വെള്ളത്തിന് എന്തെങ്കിലും ഭംഗിയുണ്ടോ എന്ന് ചോദിക്കുന്നവരെ ഇവിടെ കൊണ്ടുവരണം. ആനക്കല്ലമ്പാറ വെള്ളച്ചാട്ടത്തിലേക്ക് നുരഞ്ഞും പതഞ്ഞും പരന്നും കുത്തിയും ചരിഞ്ഞും ഒഴുകുന്ന ഈ സൗന്ദര്യം കാണിച്ചു കൊടുക്കണം. തമ്പുരാൻ കൊല്ലിയും ഉടുമ്പുപാറയും കല്ലൻ പുല്ലുമൊക്കെ താണ്ടി എത്തിയതാണ് ഇവിടെ. വലിയ പാറകൾക്കിടയിലൂടെ ആർത്തലച്ചൊലിക്കുന്നതിനാൽ ആനക്കല്ലമ്പാറ വെള്ളച്ചാട്ടം എന്ന പേര് വീണു. ത്തിനു താഴെയാണ് ഉറുമി ജലവൈദ്യുത പദ്ധതി. അവിടെ എത്തുമ്പോൾ ഇയാൾ ഉറുമി വെള്ളച്ചാട്ടമാകും. അവിടെ നിന്ന് പിന്നെ ഇരവഴഞ്ഞിപ്പുഴയിലേക്ക്. അവധി ദിവസങ്ങളിൽ നിരവധി ആളുകൾ ഈ സൗന്ദര്യം ആസ്വദിക്കാനെത്താറുണ്ട്. ഇവിടെ ധാരാളം ആളുകൾ വരുന്നതാണ് ഇവിടെ പ്രദേശങ്ങളിൽ. അവധി ദിവസങ്ങളിൽ അത് കൂടുതലായിട്ട് വരും. മിക്കവാറും മറ്റ് അടുത്ത ജില്ലകളിൽ നിന്നും അതുപോലെ തന്നെ ഈ അടുത്ത പ്രദേശങ്ങളിലൊക്കെ ധാരാളം ആളുകൾ വരുന്നുണ്ട്. ഇതുപോലെ മുകൾ ഭാഗത്തേക്കുണ്ട് വെള്ളച്ചാട്ടങ്ങളുണ്ട്, പുഴകളുണ്ട്. അതേപോലെ തന്നെ ഇത് തന്നെ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുണ്ട് ഈ പുഴകളിലേക്ക്. കോഴിക്കോട് നിന്ന് 48 കിലോമീറ്റർ ഉണ്ട് പൂവാറന്തോടിലേക്ക്. നഗരത്തിന്റെ തിരക്കും ബഹളവും ഒന്നുമില്ലാത്ത ഇവിടെ ആകെ മുഴങ്ങിക്കേൾക്കുന്നത് ആനക്കല്ലമ്പാറയുടെ ഇരമ്പൽ മാത്രമാണ്. അപ്പോൾ എവിടെയെങ്കിലും ഒന്ന് കറങ്ങി വരാമെന്ന് വിചാരിച്ച് ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ടേക്ക് വെച്ച് പിടിച്ചോ. മനോഹരമായ വേറെ സ്പോട്ടുകളുണ്ട് ഇവിടെ. വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോഴും പാറകൾക്കിടയിൽ കൂടി നടക്കുമ്പോഴും ഒന്നും ശ്രദ്ധിക്കണം. ക്യാമറാമാൻ രാജേഷ് വണ്ണരിക്കുണ്ടിനും ആശിഷിനുമൊപ്പം ഗോകുൽ കെ വേണുഗോപാൽ, 24 കോഴിക്കോട്. ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധമാകാൻ സാധ്യത. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം പാർലമെന്റിലും പുറത്തും കൂടുതൽ ശക്തമായി ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. രാഹുൽ ഗാന്ധി ഇന്ന് ബംഗളൂരുവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവം പാർലമെന്റിൽ ഇന്നും കേരളത്തിൽ നിന്നുള്ള അംഗങ്ങൾ ഉന്നയിക്കും. ഇന്ത്യയ്ക്കുള്ള ഇറക്കുമതി തീരുവ ഇനിയും വർദ്ധിപ്പിക്കുമെന്ന ട്രംപിന്റെ ഭീഷണിയും പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കും. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി ചേരുകയാണ്. ബൽറാം, വെരി ഗുഡ് മോർണിംഗ്. ഇപ്പോൾ പല വിഷയങ്ങളുണ്ട്, ആഭ്യന്തരമായി നിലനിൽക്കുന്ന വിഷയങ്ങളുണ്ട്. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം, ഒപ്പം തന്നെ അന്താരാഷ്ട്ര വിഷയങ്ങളും ഇതിൽ പ്രതിപക്ഷം ആയുധമാക്കാനുള്ള ഒരു സാധ്യതയുണ്ടല്ലോ. ട്രംപിന്റെ തീരുവ, അത് അതിനോടുള്ള ഇന്ത്യയുടെ പ്രതികരണം, ഇതൊക്കെ ഇന്ന് ചർച്ചയാകുമോ? വെരി ഗുഡ് മോർണിംഗ് സ്മിത, ക്രിസ്റ്റീന. ഒട്ടേറെ വിഷയങ്ങൾ ഈ പാർലമെന്റ് സമ്മേളനത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിപക്ഷത്തിന്റെ ആക്ഷേപങ്ങൾ തന്നെയാണ്. അത് ഉന്നയിച്ച് ആദ്യ ദിനം മുതൽ ആരംഭിച്ച പ്രതിഷേധം അത് ഇന്നും തുടരും എന്ന് ഉറപ്പാണ്. കഴിഞ്ഞ ദിവസവും ഈ ബീഹാർ വോട്ടർ പട്ടിക വിഷയത്തിൽ വലിയ പ്രതിഷേധത്തിന് സഭാതലം സാക്ഷ്യം വഹിച്ചിരുന്നു. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭ 2 തവണ നിർത്തിവെക്കുന്ന സാഹചര്യമുണ്ടായി. തുടർന്ന് നടപടികളുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത തരത്തിൽ പ്രതിപക്ഷാംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി
ബഹളം വയ്ക്കുകയായിരുന്നു. ഈ വിഷയം രാജ്യവ്യാപകമായി തന്നെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു തീരുമാനം, പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാനുള്ള ഒരു തീരുമാനം എടുത്തതിന് പിന്നാലെയാണ് ഓപ്പറേഷൻ സിന്ദൂർ ചർച്ചയ്ക്ക് ശേഷം ഈ വിഷയം ഉന്നയിച്ചുള്ള പ്രതിഷേധം പ്രതിപക്ഷം കടുപ്പിച്ചിരിക്കുന്നത്. ബംഗളൂരുവിൽ ഇന്ന് രാഹുൽ ഗാന്ധി ഈ ആരോപണങ്ങൾ തന്നെ ഉന്നയിച്ചുകൊണ്ട് ഒരു പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നുണ്ട്. സമാനമായി പാർലമെന്റിന് പുറത്തേക്ക് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി ഈ പ്രതിഷേധം വ്യാപിപ്പിക്കാനുള്ള ഒരു തീരുമാനം പ്രതിപക്ഷത്തിനുണ്ട്. രാജ്യസഭ കഴിഞ്ഞ ദിവസം സിറ്റിംഗ് അംഗം ഷിബു സോറന്റെ നിര്യാണത്തെ തുടർന്ന് അനുശോചനം രേഖപ്പെടുത്തി നേരത്തെ പിരിഞ്ഞിരുന്നു. അതേസമയം ഇന്ന് രാജ്യസഭയിലും ഈ പ്രതിഷേധം തുടരാൻ തന്നെയാണ് ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനം. ഇതോടൊപ്പമാണ് സുപ്രധാനമായ തരത്തിൽ ഇന്ത്യക്കുള്ള ഇറക്കുമതി തീരുവ വീണ്ടും വർദ്ധിപ്പിക്കുമെന്ന ഭീഷണിയുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണം വേണ്ട എന്ന മുൻ തീരുമാനം മാറ്റിവെച്ചുകൊണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ വിദേശകാര്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം രാത്രി ട്രംപിന്റെ ഈ പ്രസ്താവന വന്ന് മണിക്കൂറുകൾക്കകം തന്നെ പ്രസ്താവന ഇറക്കിയിരുന്നു. അതിൽ US-നെയും ഒപ്പം തന്നെ യൂറോപ്യൻ യൂണിയനെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് ഈ രണ്ട് കൂട്ടരും റഷ്യയിൽ നിന്നും ആവശ്യമില്ലാത്ത അടിയന്തര സ്വഭാവമില്ലാത്ത വസ്തുക്കൾ പോലും ഇറക്കുമതി ചെയ്യുന്നുണ്ട് എന്ന പ്രതികരണമാണ് നടത്തിയത്. ഇന്ത്യയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുമെന്നും ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ വിഷയം സഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപുമായി വ്യക്തിപരമായ അടുത്ത ബന്ധമുണ്ട് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പലതവണ അവകാശപ്പെട്ട ഒരു പശ്ചാത്തലത്തിൽ ഈ വിഷയവും സർക്കാരിനെതിരെ ആയുധമാക്കും. കഴിഞ്ഞ ദിവസവും ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലായ വിഷയം ഉന്നയിച്ച് കേരളത്തിൽ നിന്നുള്ള അംഗങ്ങൾ ചർച്ചയാവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരുന്നു. ഇന്നും ആ നോട്ടീസ് നൽകും എന്ന് തന്നെയാണ് അംഗങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തരത്തിൽ ഒട്ടേറെ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പാർലമെന്റിൽ ഇന്നും പ്രതിഷേധം ശക്തമാക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് പ്രതിപക്ഷമുള്ളത്. അതേസമയം കഴിഞ്ഞ ദിവസം ഈ കായിക ബില്ലിൽ ചർച്ച തടസ്സപ്പെടുത്തുന്നതിനെതിരെ ഭരണപക്ഷം പ്രതിപക്ഷത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഇനി ചില ദേശീയ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ബൈക്ക് ടാക്സികൾക്കെതിരായ ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ ഹർജി പരിഗണിക്കാൻ വിസമ്മതിച്ച് ബോംബെ ഹൈക്കോടതി. ബൈക്ക് ടാക്സികളോടുള്ള ജനങ്ങളുടെ താൽപര്യം കോടതി ചൂണ്ടിക്കാട്ടി. നഗരത്തിലെ പരമ്പരാഗത ഓട്ടോ ടാക്സി സർവീസുകളെ കോടതി വിമർശിച്ചു. കർണാടക ട്രാൻസ്പോർട്ട് ജീവനക്കാരുടെ പണിമുടക്ക് ഇന്നു മുതൽ സർക്കാരുമായുള്ള ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്നാണ് തീരുമാനം. പ്രതിഷേധം പിൻവലിക്കാൻ കർണാടക ഹൈക്കോടതിയും മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും യൂണിയനുകളോട് അഭ്യർത്ഥിച്ചു. ഡൽഹി മുൻ മന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ സത്യേന്ദർ ജെയിനെതിരായ അഴിമതി കേസ് ഡൽഹി റൌസ് അവന്യൂ കോടതി റദ്ദാക്കി. അഴിമതി നടത്തിയതിന് തെളിവില്ലെന്ന് ചൂണ്ടിക്കാട്ടി അന്വേഷണം അവസാനിപ്പിക്കാൻ CBI സമർപ്പിച്ച റിപ്പോർട്ട് പരിഗണിച്ചാണ് കോടതി നടപടി. കേസ് രജിസ്റ്റർ ചെയ്ത് 4 വർഷം കഴിഞ്ഞിട്ടും തെളിവൊന്നും കണ്ടെത്താനായില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. രാഷ്ട്രീയ പോര് മറന്ന ഒരു കുടക്കീഴിൽ പവാർ കുടുംബം. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ സഹോദരൻ ശ്രീനിവാസ് പവാറിന്റെ മകൻ യുഗേന്ദ്ര പവാറിന്റെ വിവാഹ നിശ്ചയത്തിനാണ് പവാർ കുടുംബം ഒത്തുകൂടിയത്. കഴിഞ്ഞ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അജിത്തിന്റെ എതിർ സ്ഥാനാർത്ഥിയായിരുന്നു പവാർ പക്ഷക്കാരനായ യുഗേന്ദ്ര. ഉത്തരാഖണ്ഡിൽ കനത്ത മഴ, 3 പേർ മരിച്ചു. മണ്ണിടിച്ചിലിൽ 2 കടകൾ പൂർണ്ണമായും തകർന്നു. ഇനി കഴിഞ്ഞ ദിവസം വന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. അടൂർ ഗോപാലകൃഷ്ണന്റെ വിവാദ പരാമർശത്തിൽ CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പ്രകാശ് ബാബു 24-നോട് സ്ത്രീവിരുദ്ധ പരാമർശവും പട്ടികജാതി വിഭാഗത്തിനെതിരായ പരാമർശവുമാണ് ഉണ്ടായതെന്ന് അദ്ദേഹം പറഞ്ഞു. ഉപയോഗിക്കുന്ന വാക്കുകളിൽ വകതിരിവ് വേണം. പറഞ്ഞ വാക്കുകൾ തിരുത്താൻ തയ്യാറാകുന്നില്ല. മന്ത്രി എന്ന നിലയിൽ സജി ചെറിയാൻ പറഞ്ഞതിൽ തെറ്റില്ലെന്നും പ്രകാശ് ബാബു പറഞ്ഞു. ദളിത് വിഭാഗങ്ങൾക്ക് എതിരായിട്ട് പട്ടികജാതി വിഭാഗങ്ങൾക്ക് എതിരായിട്ടുള്ള പരാമർശവും അതോടൊപ്പം തന്നെ സ്ത്രീവിരുദ്ധമായ പരാമർശവുമുണ്ട്. അത് രണ്ടും അദ്ദേഹം പറയാൻ പാടില്ലാത്തതായിരുന്നു. അവരെപ്പോലെയൊക്കെയുള്ള ഉയർന്ന ആളുകൾ സംസാരിക്കുമ്പോൾ കുറച്ചുകൂടി ഒരു കരുതലും ജാഗ്രതയും ഉപയോഗിക്കുന്ന വാക്കുകളിൽ വേണ്ടത്ര ഒരു ഒരു വകതിരിവ് കാണിക്കേണ്ടുന്നതായിരുന്നു. അത് ഉണ്ടായില്ല എന്നുള്ളത് ഖേദകരമാണ്. ഒരു മന്ത്രി എന്നുള്ള നിലയിൽ സജി ചെറിയാൻ അങ്ങനെ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. സജി ചെറിയാൻ അങ്ങനല്ലേ പറയാൻ കഴിയത്തുള്ളൂ. പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ടിലേക്കാണ്. കർണാടകയിലെ ധർമ്മസ്ഥലയിൽ കണ്ടെത്തിയത് തലയോട്ടിയുടെ ഭാഗവും എല്ലുകളും. 50-ൽ കൂടുതൽ എല്ലുകൾ കണ്ടെത്തിയെന്നാണ് വിവരം.
അസ്ഥികൾ സ്ത്രീയുടേതോ പുരുഷന്റേതോ എന്ന് വ്യക്തമല്ല. അസ്ഥികൾക്ക് 2 വർഷത്തിനകത്തെ കാലപ്പഴക്കം. ഒരാളുടേതല്ല എന്ന സൂചന. വനത്തിലെ നെല്ലിമരത്തിൽ നിന്ന് ഒരു സാരിയും ലഭിച്ചു. കൂടുതൽ സ്പോട്ടുകളിലേക്ക് പരിശോധന വ്യാപിപ്പിക്കാൻ SIT തീരുമാനിച്ചിട്ടുണ്ട്. 24 ബ്രേക്കിംഗ്. മുഹമ്മദ് റഹീസാണ് ധർമ്മസ്ഥലയിൽ നിന്ന് ചേരുന്നത്. റഹീസ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ കൂടുതൽ അസ്ഥികൾ ലഭിച്ചിട്ടുണ്ട്. ഇത് സ്ത്രീയുടേതോ പുരുഷന്റേതോ ഒന്നും നമുക്കറിയാൻ സാധിക്കുന്നില്ല. സാരി ഉൾപ്പെടെ ചില കാര്യങ്ങളും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി SITയുടെ തീരുമാനം എന്താണ്? ഈ സാക്ഷി ചൂണ്ടിക്കാണിച്ച പ്രദേശങ്ങൾ, അതിനപ്പുറമായി ചില അന്വേഷണങ്ങളും അല്ലെങ്കിൽ തെരച്ചിലുകളും നടത്താൻ തീരുമാനമുണ്ടോ? മോർണിംഗ് സ്മിത, ക്രിസ്റ്റീന. എന്തായാലും ഇന്നലെ ഉണ്ടായ ഒരു അപ്രതീക്ഷിത ട്വിസ്റ്റ് അത് ഇനി ഉള്ള ദിവസങ്ങളിൽ സ്ഥിരമാകാനാണ് സാധ്യത. കാരണം ഇന്നലെ 3 സ്പോട്ടുകൾ മാത്രമാണ് പരിശോധിക്കാൻ ബാക്കിയുണ്ടായിരുന്നത്. 11, 12, 13 സ്പോട്ടുകൾ പരിശോധിക്കും എന്ന് പ്രതീക്ഷിച്ചിടത്ത് വനത്തിനുള്ളിലേക്ക് കയറി മറ്റൊരിടത്തേക്കാണ് പോലീസ് പോയത്. ഈ SIT സംഘം ഒന്നാകെ ഫോറൻസിക് വിദഗ്ധരും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ഒക്കെ ചേർന്ന് അങ്ങോട്ട് പോകുമ്പോഴേക്കും അവിടെ നിന്നാണ് ഇത്തരത്തിൽ വലിയ കുഴിയൊന്നും എടുക്കാതെ ഈ അസ്ഥികളും ഈ മൃതദേഹവും ഒക്കെ ലഭിച്ചത് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ സാക്ഷി നേരത്തെ തന്നെ ഈ സ്ഥലം പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടതാണ്. അപ്പോൾ അതിനുശേഷം ഞായറാഴ്ച ചേർന്നൊരു യോഗത്തിൽ ആണ് ഈ സ്ഥലം കൂടി പരിശോധിക്കാൻ തീരുമാനമായത്. അപ്പോൾ സാക്ഷി ഇനിയും പല സ്പോട്ടുകളും ഇതിനുള്ളിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ 13 സ്പോട്ടുകൾ എന്ന ഒരു കണ്ടക്സ്റ്റ് മാറുകയാണ്. അതിനപ്പുറത്തേക്ക് കൂടുതൽ സ്പോട്ടുകളിലേക്ക് പരിശോധന നടക്കും. ഇന്നലെ കണ്ടെത്തിയ അസ്ഥികളിൽ 50-ൽ കൂടുതൽ അസ്ഥികൾ ഉണ്ടായിരുന്നു എന്നുള്ള വിവരം സ്ഥിരീകരിച്ച് തന്നെ പറയാൻ കഴിയും. അത് ഇന്നലെ അവിടെ ഉണ്ടായിരുന്ന ഒരാൾ തന്നെ നമുക്ക് വിവരം നൽകിയിട്ടുണ്ട്. 50-ൽ കൂടുതൽ അസ്ഥികൾ അവിടെ ഉണ്ടായിരുന്നു. ഒരുപാട് അസ്ഥികൾ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ പരിശോധന അല്ലെങ്കിൽ അതിൻ്റെ മഹസർ തയ്യാറാക്കുന്നതൊക്കെ നീണ്ടതുകൊണ്ടാണ് ഇന്നലെ ഉദ്യോഗസ്ഥർ ഭക്ഷണം കഴിക്കാൻ പോലും പുറത്തേക്ക് ഇറങ്ങാതിരുന്നത്. മാത്രമല്ല അസ്ഥികൾക്ക് 2 കൊല്ലത്തിനകത്ത് മാത്രമാണ് പഴക്കമുള്ളത്. അത് ഒരു അസ്ഥി, അതായത് ഒരു ഏതാണ്ട് ഒരു മുഴുവൻ അസ്ഥിഭാഗം ലഭിക്കുന്ന തരത്തിൽ കുറച്ച് ഇത് ലഭിച്ചിട്ടുണ്ട്. അത് 2 വർഷത്തിനകത്ത് മാത്രം പഴക്കമുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്നും ലഭിക്കാവുന്ന മാക്സിമം തെളിവുകൾ ലഭിക്കും എന്നുകൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഈ പറയുന്ന ഒരു സാരി ലഭിച്ചിട്ടുണ്ട്. അതൊരു നെല്ലിമരത്തിൽ നിന്നാണ് ആ സാരി ലഭിച്ചിട്ടുള്ളത്. പുരുഷൻ്റേതാണോ സ്ത്രീയുടേതാണോ ഈ അസ്ഥികൾ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. ഒരാളുടെ അസ്ഥികളല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം പലയിടത്തായി ചിതറിക്കിടക്കുന്ന രീതിയിലും അസ്ഥികൾ ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഏറ്റവും കൂടുതൽ അസ്ഥികൾ ലഭിക്കുന്ന ഒരു കോമൺ പോയിന്റായി ഈ ഒരു പ്രത്യേക സ്പോട്ട് മാറുകയാണ്. ഈ 13 സ്പോട്ടിലല്ലാത്ത ഒരു സ്പോട്ട് മാറുകയാണ്. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘം ഇനി ഈ ശുചീകരണ തൊഴിലാളി പറയുന്ന തരത്തിൽ, സാക്ഷി പറയുന്ന തരത്തിൽ കൂടുതൽ സ്പോട്ടുകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ തിരച്ചിൽ കൂടുതൽ ദിവസങ്ങളിലേക്ക് നീങ്ങും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നമുക്ക് മുന്നിലുള്ളത്. അതിനിടയിൽ കൂടുതൽ പരാതികൾ വരാൻ ഇടയുണ്ട്, ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട്, ആരോപണം ഉയരുന്നുണ്ട്. ധർമ്മസ്ഥലയിൽ ഇപ്പോഴും കാര്യങ്ങൾ ക്ലിയർ ആയിട്ടില്ല. കാരണം ശുചീകരണ തൊഴിലാളി പറയുന്ന തരത്തിൽ ചിലയിടത്തു നിന്നും മൃതദേഹങ്ങളും അല്ലെങ്കിൽ അസ്ഥികൂടങ്ങളും ഒക്കെ ലഭിക്കുന്നുണ്ട്. പക്ഷേ അത് കൂടുതൽ സ്പോട്ടുകളിലേക്ക് വ്യാപിക്കുകയാണെങ്കിൽ അതിൻ്റെ ഗൗരവം വീണ്ടും ഏറുകയാണ്. ക്രിസ്റ്റീന, ശരി. ധർമ്മസ്ഥലയിലെ മണ്ണൊളിപ്പിച്ച രഹസ്യങ്ങളുടെ ചുരുളഴിക്കാൻ ശ്രമത്തിലാണ് SIT സംഘം. വിവരങ്ങൾ നൽകിയത് മുഹമ്മദ് റഹീസാണ്. ഇനി ചില അന്താരാഷ്ട്ര വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. വിവിധ പ്രശ്നങ്ങളാൽ ദുരിതത്തിലായ സുഡാന് കുവൈറ്റിന്റെ കൂടുതൽ സഹായം. 10 ടൺ ദുരിതാശ്വാസ സഹായം കുവൈറ്റ് സുഡാനിലെത്തിച്ചു. കുവൈറ്റ് ബൈ യുവർ സൈഡ് ക്യാമ്പയിന്റെ ഭാഗമായാണ് സഹായ വിമാനം അയച്ചത്. ലോസ് ഏഞ്ചൽസിൽ സംഗീതോത്സവത്തിന് ശേഷമുള്ള പാർട്ടിക്കിടെയുണ്ടായ വെടിവയ്പിൽ 2 പേർ മരിച്ചു, 6 പേർക്ക് പരിക്ക്. അക്രമിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഹമാസുമായുള്ള പരോക്ഷ വെടിനിർത്തൽ ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് ഗസയിൽ തുടർ നടപടികൾ തീരുമാനിക്കാൻ ബെഞ്ചമിൻ നെതന്യാഹു സുരക്ഷാ മന്ത്രിസഭ വിളിച്ചുകൂട്ടും. പ്രദേശത്ത് കൂടുതൽ സേനയെ വിന്യസിക്കണമെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഗസയിൽ ഇസ്രയേൽ ആക്രമണം കടുപ്പിക്കുമെന്നും സൂചന. ഗസയിൽ ഇസ്രയേൽ തുടരുന്ന വംശഹത്യ അടിയന്തരമായി അവസാനിപ്പിക്കാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് 600 മുതിർന്ന ഉദ്യോഗസ്ഥരുടെ കത്ത്. ഹമാസ് ഇസ്രയേലിന് ഭീഷണിയില്ലാത്ത വിധം ദുർബലമായി കഴിഞ്ഞെന്നും യുദ്ധം നിർത്തി ബന്ദികളുടെ മോചനം ഉറപ്പാക്കണമെന്നുമാണ് ആവശ്യം. ഗസയിൽ ബന്ദിമോചനത്തിന് സൈനിക നീക്കം കൂടുതൽ ശക്തമാക്കാൻ നെതന്യാഹു ആലോചിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് കത്ത്. $5000 കോടി ശമ്പള പാക്കേജ് കോടതി തള്ളിയതിനു പിന്നാലെ ടെസ്ലയിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എലോൺ മസ്കിന് $2900 കോടി ഓഹരികൾ നൽകി കമ്പനി. മസ്ക് വളർത്തി വലുതാക്കിയ കമ്പനിയിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായാണ് നീക്കം എന്നാണ് വിശദീകരണം. ശമ്പള പാക്കേജ് റദ്ദാക്കിയതിനെതിരായ കേസ് കോടതിയുടെ പരിഗണനയിലാണ്.
ഒരിക്കൽ കൂടി നമ്മൾ ചേർത്തലയിലെ തിരോധാന കേസുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. ചില അപ്ഡേറ്റ്സ് ഉണ്ട്. പ്രതി സെബാസ്റ്റ്യനുമായി ഇന്നും തെളിവെടുപ്പ് തുടരും. കോട്ടയം, ആലപ്പുഴ ജില്ലകളിലെ വിവിധ സ്ഥലങ്ങളിലാണ് തെളിവെടുപ്പ് നടക്കുക. ഇന്നലെ പള്ളിപ്പുറത്തെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ അസ്ഥി കഷ്ണങ്ങൾ കണ്ടെത്തിയിരുന്നു. ഇവ DNA പരിശോധനയ്ക്ക് അയക്കും. വീട്ടിലെ ശുചിമുറിയിൽ നിന്ന് രക്തക്കറയും കണ്ടെത്തിയിരുന്നു. സുഹൈൽ മുഹമ്മദ് ചേരുന്നു ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി. സുഹൈൽ, ഗുഡ് മോർണിംഗ്. സുഹൈൽ, ഈ പ്രതിയുടെ ഒരു അമിതമായ ആത്മവിശ്വാസം, അപാരമായ ഒരു ആത്മവിശ്വാസം ഇയാൾക്കുണ്ട്. അതുതന്നെയാണ് ചില സമയത്തെങ്കിലും പോലീസിനെ കുഴയ്ക്കുന്നതും. കൃത്യമായ മറുപടികളില്ല. ഇന്നലെയൊക്കെ തന്നെ അയാൾ മൗനമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് കണ്ടത്. അതോടൊപ്പം തന്നെ ആരോഗ്യ പ്രശ്നങ്ങളുമുണ്ട്. ഇന്നിപ്പോൾ ഏത് രീതിയിലാണ് പോലീസിന്റെ നീക്കം? സ്മിത, ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. സ്മിത പറഞ്ഞതുപോലെ തന്നെ അവിശ്വസനീയമായ ആത്മവിശ്വാസമാണ് സെബാസ്റ്റ്യനുള്ളത്. ഇന്നലെ രാത്രി വൈകിയും നീണ്ട മണിക്കൂറുകൾ നീണ്ട ഈ വീട്ടിലെ പരിശോധനയിൽ സെബാസ്റ്റ്യന് ഒരു വരി പോലും ക്രൈംബ്രാഞ്ചിന് കിട്ടിയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വലിയ കോംപ്ലിക്കേറ്റഡ് ആയ ചോദ്യങ്ങൾക്ക് സെബാസ്റ്റ്യൻ ചിരിച്ചും മൗനത്തിലുമാണ് മറുപടി നൽകിക്കൊണ്ടിരുന്നത്. കൃത്യമായ ഒരു മറുപടി ലഭിച്ചിട്ടില്ല. ഈ വീട്ടിൽ നിന്ന് സെബാസ്റ്റ്യൻ ചോദ്യം ചെയ്യുമ്പോൾ സൈക്കോളജിക്കലി തന്നെ തന്റെ കുറ്റകൃത്യങ്ങളുടെ സംശയം നിൽക്കുന്ന ഒരുപാട് തെളിവുകൾ ലഭിക്കുന്ന ഇടമാണ്. ഇന്നലെ 64-ലേറെ അസ്ഥികഷ്ണങ്ങൾ ലഭിച്ചതാണ്. ഈ പറയുന്ന ശുചിമുറിയിൽ, വീട്ടിനകത്ത് ശുചിമുറിയിൽ രക്തക്കറ കണ്ടതാണ്. ഇതെല്ലാം ചേർത്ത് വെച്ച് സെബാസ്റ്റ്യനിലേക്ക് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കൃത്യമായ ഉത്തരം സെബാസ്റ്റ്യന് ലഭിക്കുമെന്ന പ്രതീക്ഷ അന്വേഷണ സംഘത്തിനുണ്ടായത്. പക്ഷേ അവിടെയും വളരെ കോൺഫിഡന്റ് ആയി തനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്നും തന്നെ കുരുക്കാൻ പാകത്തിലൊരു തെളിവും ഇവിടെ നിന്ന് ലഭിക്കാൻ പോകുന്നില്ല എന്നുള്ളൊരു വലിയ ആത്മവിശ്വാസം സെബാസ്റ്റ്യൻ കാണും. ചിലപ്പോൾ അത് അയാളുടെ അഭിനയമാകാം. അതിനപ്പുറത്തേക്ക് പെട്ടുപോയി ഒന്നും ചെയ്യാനില്ല എന്നതിൻ്റെ ഒരു നിശ്ചലതയായിരിക്കാം. അതെന്താണെന്ന് നമുക്ക് വ്യക്തമല്ല. പക്ഷേ എന്തായാലും അമിതമായ ആത്മവിശ്വാസം ഈ സെബാസ്റ്റ്യൻ കാണുന്നുണ്ട്. ആ ആത്മവിശ്വാസം തന്നെയായിരിക്കും 10-22 വർഷങ്ങൾ നീണ്ട കാലയളവിൽ 3 തിരോധാനങ്ങളും 1 കൊലപാതകവും നടത്തിയെന്ന് നമ്മൾ സംശയിക്കുന്ന, ആ സംശയം നിൽക്കുന്ന സെബാസ്റ്റ്യൻ ഇത്രയും കാലം ഈ കുറ്റകൃത്യങ്ങൾ മറച്ചുവെക്കാനായതും. നമ്മൾ ഇപ്പോൾ ഉള്ളത് പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യന്റെ വീടാണ്. ഏകദേശം 2.5 ഏക്കറിൽ വിസ്തീർണമുള്ള പരന്നു കിടക്കുന്ന ഭൂമി, അതിൻ്റെ ഒത്ത നടുക്കൊരു ചെറു വീടുമാണ്. ഇതൊരു കുടുംബ സ്വത്താണ്. 6 മക്കളാണ് സെബാസ്റ്റ്യന്റെ മാതാപിതാക്കൾക്കുള്ളത്. അതിൽ ഒരാളാണ് സെബാസ്റ്റ്യൻ. ഈ സെബാസ്റ്റ്യനാണ് ഇപ്പോൾ നിലവിൽ ഈ പ്രോപ്പർട്ടിയും വീടുമൊക്കെ നോക്കി നടത്തുന്നത്. 2010 വരെ അല്ലെങ്കിൽ 2017 വരെ സെബാസ്റ്റ്യൻ സജീവമായി പള്ളിപ്പുറത്ത് ഈ നാട്ടിലേക്ക് ഉണ്ടായത്. പക്ഷേ 2017 ശേഷം സെബാസ്റ്റ്യൻ ഈ നാട്ടിൽ അങ്ങനെ വരാറില്ല. അതിന് തക്കതായ ഒരു കാരണം 2017 ഇത്തരത്തിൽ നാട്ടിൽ നല്ലവനായി നടന്നിരുന്ന സെബാസ്റ്റ്യൻ ആദ്യം ഒരു കുറ്റകൃത്യത്തിന്റെ സംശയത്തിലേക്ക് വരുന്നത്. 2017 ഈ പറയുന്ന ബിന്ദു പത്മനാഭൻ കേസിൽ സെബാസ്റ്റ്യൻ പ്രതിപട്ടികയിലാകുന്നത്. അതോടുകൂടി നല്ലവനായി ഉണ്ണിച്ചമഞ്ഞു നടന്ന സെബാസ്റ്റ്യന്റെ കപടമുഖവും ക്രൂരതയുടെ മുഖവും നാട്ടുകാരിലേക്ക് മെല്ലെ മെല്ലെ വെളിവായി വരികയായിരുന്നു. ഇതിന് പിന്നാലെ അദ്ദേഹം ഈ പറയുന്ന സെബാസ്റ്റ്യൻ ഈ വീട്ടിലേക്ക് വരാറുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വീട് എപ്പോഴും ഒരു സംശയനിൽ തന്നെ നിൽക്കുന്ന ഇടമായിരുന്നു. നമ്മൾ ഈ വരുന്ന വഴിക്ക്, സ്മിത, ഞാൻ കൃത്യമായി പറഞ്ഞാൽ ഞങ്ങൾ രാവിലെ ഇവിടെ എത്തിയതാണ്. ഈ വരുന്ന വഴിക്ക് ഞങ്ങളുടെ വാഹനം ഇങ്ങോട്ട് വരുന്നത് ഇവിടുത്തെ അയൽവാസികൾ പോലും കണ്ടിട്ടുണ്ടോ എന്ന കാര്യം സംശയമാണ്. അത്രത്തോളം നിഗൂഢമായ ഇടമാണ്. വരുമ്പോൾ ആര് വന്നാലും പോയാലും ഒന്നും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത, ഈ വീട്ടിൽ എന്ത് സംഭവിച്ചാലും പുറം ലോകത്തൊരു മനുഷ്യനറിയാത്ത പാകത്തിലൊരു ടെറൈനാണ് ഈ വീടിനുള്ളത്. ചുറ്റുമുള്ള കാടാണെങ്കിൽ വളരെ വലിയ കാട് പിടിച്ച് കിടക്കുന്ന ചതുപ്പ് നിലയങ്ങൾ, ചെറിയ ചെറിയ കുളങ്ങൾ, കിണറുകൾ, ഒപ്പം തോട്, അങ്ങനെ അത്രത്തോളം പെട്ടെന്ന് ആർക്കും ഇങ്ങോട്ട് ആക്സസ് ചെയ്യാൻ പറ്റാത്തൊരിടമാണ്. അത് തന്നെയാണ് ഈ സ്ഥലത്തിന്റെ സംശയം ഉയർത്തുന്നത്. ഈ വീട്ടിൽ നിന്ന് ഇന്നലെ കണ്ടെത്തിയ അസ്ഥികളടക്കം DNA പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഈ അസ്ഥികൾ ഈ പറയുന്ന നമ്മളുടെ സംശയനിലയിലുള്ള ഈ പറയുന്ന ബിന്ദു, ഐഷ, സിന്ധു, ജൈനമ്മ, ഈ 4 പേരുടേതാണോ എന്ന് സ്ഥിരീകരിക്കുക എന്നുള്ളതാണ് ഈ ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാന പ്രതിസന്ധി. ഈ 4 പേരുടെയും അല്ല ഈ അസ്ഥിയെങ്കിൽ വീണ്ടും കേസ് സങ്കീർണമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ പറയുന്ന സെബാസ്റ്റ്യൻ ഇരപ്പട്ടികയിൽ കൂടുതൽ പേർ പെട്ടിട്ടുണ്ടോ എന്ന സംശയത്തിലേക്കും കാര്യങ്ങൾ എത്തിച്ചേരും. അപ്പോൾ പ്രഥമമായി നമുക്കറിയേണ്ടത് ഇപ്പോൾ ലഭിച്ച അസ്ഥികൾ ആരുടേതെന്നാണ്. ഈ അസ്ഥികളുടെ DNA പരിശോധനാ ഫലം തന്നെയായിരിക്കും ഈ കേസിൽ നിർണായകം. ഇനി ഇന്നത്തെ തെളിവെടുപ്പിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പോൾ ഈ ജൈനമ്മ കൊലക്കേസുമായി ബന്ധപ്പെട്ട് ജൈനമ്മ മരിച്ചു എന്ന് തന്നെയാണ്, കൊല്ലപ്പെട്ടു എന്ന് തന്നെയാണ് ക്രൈംബ്രാഞ്ച് സ്ഥിരീകരിക്കുന്നത്. ഈ കേസിൽ കോട്ടയം ക്രൈംബ്രാഞ്ച് യൂണിറ്റിന്റെ കസ്റ്റഡിയിലാണ് നിലവിൽ ഈ പറയുന്ന സെബാസ്റ്റ്യൻ ഉള്ളത്. ഈ സെബാസ്റ്റ്യന്റെ തെളിവെടുപ്പ് കസ്റ്റഡി പൂർത്തിയാക്കാൻ 2 ദിവസം കൂടിയുള്ളൂ. അതിന് ഉള്ളിൽ പരമാവധി ജൈനമ്മ കേസുമായി ബന്ധപ്പെട്ട തെളിവുകൾ സ്വരൂപിക്കാനാണ് നിലവിൽ ക്രൈംബ്രാഞ്ച് ശ്രമിക്കുന്നത്. അതിനുശേഷമായിരിക്കും, ഇതിനിടയിൽ തന്നെ ഈ പറയുന്ന ഈ ബിന്ദു, സിന്ധു, ഒപ്പം ഐഷ കേസുകളുടെ അന്വേഷണം നടക്കുന്നുണ്ട്. അത് ആലപ്പുഴ ക്രൈംബ്രാഞ്ചാണ് നടത്തുന്നത്. അതിനിടയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും തേടും. ഇപ്പോൾ പ്രഥമമായി കോട്ടയം ക്രൈംബ്രാഞ്ച് സെബാസ്റ്റ്യനെ ഉപയോഗിച്ച് ജൈനമ്മ കേസുമായി ബന്ധപ്പെട്ട തെളിവുകളാണ് ശേഖരിക്കുന്നത്. ഇന്ന് ഈ വീട്ടിൽ പരിശോധന ഉണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റിടങ്ങളിലായിരിക്കും സെബാസ്റ്റ്യനെ എത്തിച്ചുള്ള കൂടുതൽ തെളിവെടുപ്പ് ഉണ്ടാകുക. എന്തായാലും പരമാവധി 2 ദിവസം കൂടിയാണ് കോട്ടയം ക്രൈംബ്രാഞ്ചിന് സെബാസ്റ്റ്യൻ കൈവശം ഉണ്ടാവുകയുള്ളൂ. അതിനുള്ളിൽ പരമാവധി തെളിവുകൾ സ്വരൂപിക്കുക. അതിനപ്പുറത്തേക്ക് സെബാസ്റ്റ്യൻ മുന്നോട്ട് നടന്ന 22 വർഷങ്ങൾ പിന്നോട്ട് നടക്കാനാണ് ക്രൈംബ്രാഞ്ച് ശ്രമിക്കുന്നത്. ഈ പിന്നോട്ടുള്ള നടത്തത്തിൽ 1 കൊലപാതകം, 3 തിരോധാനങ്ങൾ, അതിൽ സെബാസ്റ്റ്യന്റെ പങ്ക് എന്തെന്ന് കൃത്യമായി കണ്ടെത്താനുള്ള ത്വരിത അന്വേഷണമാണ് ഇവിടെ നടക്കുന്നത്. സ്മിത, ക്രിസ്റ്റീന. സുഹൈൽ, ഈ തെളിവെടുപ്പിലൊക്കെ കണ്ടെത്തിയ ചില കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ സുഹൈൽ പറഞ്ഞതുപോലെ നിരവധി വെല്ലുവിളികളുണ്ട്. ഇതിന്റെ വർഷം, DNA പരിശോധനയിലൂടെ ഇത് തെളിയിക്കുക, ഒപ്പം തന്നെ ഈ
ഈ സെബാസ്റ്റ്യൻ വളരെ നിസ്സംഗനായി അന്വേഷണത്തോട് പ്രതികരിക്കുന്നത്, ഇതൊക്കെ വലിയ വെല്ലുവിളികളാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ. ഇതിനൊക്കെ കൂടുതൽ തെളിവുകൾ ഉണ്ടാക്കുക, മറ്റു തിരോധാനങ്ങളുടെ അന്വേഷണം ഇതുമായി ഏകോപിപ്പിക്കുക, ഇതൊക്കെ ഏത് രീതിയിലായിരിക്കും നടക്കുക? മാത്രവുമല്ല, കഴിഞ്ഞ ദിവസം ഈ കെഡാവർ ഡോഗ് ഏഞ്ചൽ കണ്ടെത്തിയ ചില വസ്തുക്കളുമുണ്ടല്ലോ, ഇതൊക്കെ ഈ കേസിൽ എത്രത്തോളം നിർണായകമാകും? ക്രിസ്റ്റിന, നേരത്തെ ഈ പോലീസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ച് ഈ പറയുന്ന ദുരൂഹതയുടെ ഇടമായി ഇപ്പോൾ മാറിയിരിക്കുന്ന പള്ളിപ്പുറത്തെ വീട്ടിൽ നിന്ന് മണ്ണ് മാന്തിയുള്ള പരിശോധന എന്തെങ്കിലും കണ്ടെത്താനാകുമോ എന്നൊരു ശ്രമത്തിലായിരുന്നു. പക്ഷേ അത് ഇന്നലെ പൂർണ്ണമായി വിജയിച്ചു. ഏകദേശം 64 അസ്ഥി കഷ്ണങ്ങളാണ് ഈ പറമ്പിന്റെ വിവിധ ഭാഗങ്ങൾ. നമ്മൾ ഈ ദൃശ്യങ്ങൾ നമുക്ക് ഇപ്പോൾ അങ്ങോട്ട് ആക്സസ് ഇല്ല, പ്രവേശനമില്ല, ഒരു ക്രൈം സ്പോട്ടായി മാറിയിട്ടുണ്ട്. ഇവിടെ പലയിടങ്ങളിൽ നമ്മൾ മണ്ണ് എടുത്ത് കുഴിച്ചത് നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ എല്ലാം കൂടി 64 കഷ്ണങ്ങൾ, കുളം വറ്റിച്ചും ഈ കിണർ വെറ്റിച്ചും സെപ്റ്റിക് ടാങ്ക് വൃത്തിയാക്കിയും അതിന്റെ അടിയിൽ പരിശോധിച്ചുമൊക്കെ 64 അസ്ഥി കഷ്ണങ്ങൾ ലഭിച്ചു. വീടിന്റെ അകത്തേക്ക് പോയപ്പോൾ ഓടിളക്കിയും തറയിളക്കിയും, ചുരുക്കി പറഞ്ഞാൽ ഓടിളക്കിയും തറയിളക്കിയും വരെ പരിശോധിച്ചപ്പോൾ രക്തക്കരടക്കം കണ്ടെത്തി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിലവിൽ ഈ അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട്. ഇനി പറഞ്ഞതുപോലെ ഇതൊക്കെ സ്ഥിരീകരിക്കുക, ഇതൊക്കെ ആരുടേതാണെന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. ഇതിനപ്പുറത്തേക്ക് കൂടുതൽ അസ്ഥികൾ ഉണ്ടോ എന്നറിയണമെങ്കിൽ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ എന്ന അത്യാധുനിക സംവിധാനം ശിരൂരിലടക്കം നമ്മൾ കണ്ടതാണ്. ഈ പറഞ്ഞ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ അടക്കം എത്തിച്ചുള്ള ഒരു പരിശോധനയ്ക്കുള്ള സാധ്യതകൾ തേടുന്നുണ്ട്. ഇനി അതിന്റെ ആവശ്യമുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ 2-2.5 ഏക്കർ പറമ്പായതുകൊണ്ട് എവിടെയൊക്കെ എന്തൊക്കെ കുഴിച്ചിട്ടു എന്ന് എല്ലായിടത്തും JCB ഉപയോഗിച്ച് മണ്ണ് മാന്തിയൊക്കെ പരിശോധന നടത്തുക എന്നത് അത്രത്തോളം പോസിബിൾ ആയ ഒരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ അത്യാധുനിക സംവിധാനങ്ങളുടെ സഹായം കൂടി തേടും. ഇനി കേസിന്റെ അന്വേഷണത്തിലേക്ക് വരിക, നമ്മൾ പറഞ്ഞതുപോലെ ജൈനമ തിരോധാന കേസ് അത് പിന്നീട് കൊലപാതകമാണെന്ന് കണ്ടെത്തുന്നു. നിലവിൽ നമ്മളൊരു ക്രോണോളജിക്കൽ ഓർഡറിൽ പറയുകയാണെങ്കിൽ ആദ്യം കാണാതാകുന്ന ബിന്ദു പത്മനാഭയാണ്. അത് കഴിഞ്ഞ് രണ്ടാമതായി കാണാകുന്ന ഐഷയാണ്. പിന്നീട് 2020 സിന്ധുവാണ്. ഏറ്റവും ഒടുക്കം 2024 ഈ പറയുന്ന ജൈനമ്മയാണ് കാണാതാകുന്നത്. ഈ 2024 കാണാതാകുന്ന ജൈനമ തിരോധാന കേസാണ് ഇപ്പോൾ കൊലപാതകമാണ് സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത്. ഈ ഒരൊറ്റ കേസിൽ മാത്രമാണ് നമ്മൾ ഈ പറയുന്ന സെബാസ്റ്റ്യനെ കുടുക്കാൻ പാകത്തുള്ള കോൺക്രീറ്റ് എവിഡൻസ് ഉള്ളൂ. ഈ ഒറ്റ കേസിൽ മാത്രമേ കോൺക്രീറ്റ് എവിഡൻസ് ഉള്ളൂ. അതിലെ എവിഡൻസ് എന്ന് പറയുന്നത്, ഒന്ന്, ഈ പറയുന്ന ജൈനമ്മയുടെ സ്വർണ്ണാഭരണങ്ങൾ സെബാസ്റ്റ്യൻ വിറ്റതിന് തെളിവുകളുണ്ട്. ഒപ്പം ഈ പറഞ്ഞ ജൈനമ്മയുടെ ഫോൺ, അത് സെബാസ്റ്റ്യന്റെ കൈവശം ഉണ്ടായിരുന്ന തെളിവുകളുണ്ട്. ഈ ജൈനമ്മയെ കാണാതായിട്ടില്ല എന്ന് ആളുകളെ തോന്നിപ്പിക്കാൻ വേണ്ടി ഈ ഫോണുകൾ പല ഘട്ടങ്ങളിൽ പലയിടങ്ങളിൽ നിന്ന് ഇയാൾ ഓൺ ചെയ്തിട്ടുണ്ട്. ഈ ഫോണിൽ നിന്ന് ജൈനമ്മയുടെ ബന്ധുക്കളെ വിളിച്ചിട്ടുണ്ട്. പക്ഷേ ബന്ധുക്കൾ ഫോൺ എടുക്കുമ്പോഴേക്കും ഫോൺ കട്ട് ചെയ്യും, തിരിച്ചു വിളിക്കുമ്പോഴേക്കും ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും. അങ്ങനെ ഈ ജൈനമ്മ എവിടെയും പോയിട്ടില്ല, ജൈനമ്മ കാണാതായിട്ടില്ല എന്ന് ആളുകളെ ബോധിപ്പിക്കാനുള്ള പരിശ്രമങ്ങൾ ഇയാൾ നടത്തിയിരുന്നു. ആ അതിബുദ്ധിയാണ് ജൈനമ്മ കേസിൽ ഇയാളെ കുടുക്കിയത്. അങ്ങനെ ജൈനമ്മ കേസിന്റെ അന്വേഷണമാണ് പിന്നീട് പിറകോട്ടുള്ള ഈ പറയുന്ന സിന്ധു, ഐഷ, ബിന്ദു ക്രോണോളജിക്കൽ പിറകോട്ട് നോക്കുകയാണെങ്കിൽ ഈ 3 കേസുകളിലേക്കും ക്രൈംബ്രാഞ്ചിനെ എത്തിക്കുന്നത്. ഇനി അറിയേണ്ടത് ഈ 3 പേർക്ക് എന്ത് സംഭവിച്ചു എന്നത് മാത്രമല്ല, ജൈനമ്മ കൊല്ലപ്പെട്ടു എന്ന് ക്രൈംബ്രാഞ്ച് സ്ഥിരീകരിക്കുമ്പോഴും ജൈനമ്മ എങ്ങനെ കൊല്ലപ്പെട്ടു, ജൈനമ്മയുടെ മൃതദേഹം എവിടെ, ഈ 2024 കൊലപാതകമെങ്കിൽ അത്രത്തോളം തെളിവുകൾ ഇയാൾക്ക് നശിപ്പിക്കാറായിട്ടില്ല. പക്ഷേ മറ്റ് തിരോധാനങ്ങൾ നിലവിൽ നമുക്ക് കൊലപാതകം സംശയിക്കാനാവുകയുള്ളൂ. ഇനിയിപ്പോൾ അത് കൊലപാതകമാണെങ്കിൽ പോലും അത് കംപ്ലീറ്റ് ആയി ഡികമ്പോസ് ചെയ്യാൻ, കംപ്ലീറ്റ് ആയി നശിപ്പിക്കാൻ ഒരു സമയ കാലാവധി ഈ പറയുന്ന സെബാസ്റ്റ്യൻ ലഭിച്ചിട്ടുണ്ട്. പല അസ്ഥികളും കത്തിച്ചിട്ടുണ്ട്. പക്ഷേ ജൈനമ്മയെ സംബന്ധിച്ചിടത്തോളം ജൈനമ്മയുടെ കൊലപാതകമായി ബന്ധപ്പെട്ട ആ ബോഡി അത്രത്തോളം ആഴത്തിൽ ഇയാൾക്ക് ആ അസ്ഥികളടക്കം നശിപ്പിക്കാനായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ്. എന്തായാലും ജൈനമ്മ കേസാണ് ഇതിന്റെ ഒരു പാത്ത് ഫൈൻഡർ എന്ന് പറയുന്നത്. ജൈനമ്മ കേസിൽ നിന്ന് പിന്നോട്ടുള്ള പോലീസിന്റെയും ക്രൈംബ്രാഞ്ചിന്റെയും നടത്തമാണ് കേരളം ഞെട്ടാൻ പോകുന്ന ഒരു കുറ്റാന്വേഷണത്തിന്റെ സത്യങ്ങളിലേക്ക്, കുറ്റാന്വേഷണത്തിന്റെ പൊരുളിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. സുഹൈൽ മുഹമ്മദാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.